ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പാക്കേജിംഗ് ആണ്, അതിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫുഡ് പാക്കേജിംഗിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പാക്കേജിംഗ് ടെക്നോളജിയാണ് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസും അഡ്വാൻസ്ഡ് പാക്കേജിംഗ് ആണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ്? ഇതിൽ ഏതാണ് ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ളത്? ലൈഫ് ലൈൻ ഫ്രഷ് ചെക്ക് ആണോ സാർ? ലൈഫ് ലൈൻ ഫ്രഷ് ചെക്ക് ആണ്. പിന്നെ ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഒപ്റ്റിക്കൽ കെമിക്കൽ സെൻസിംഗ് മെത്തേഡ് ഓഫ് ഫ്രഷ്നെസ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ഇന്റലിജന്റ് പാക്കേജിംഗ്. ഒപ്റ്റിക്കൽ കെമിക്കൽ സെൻസിംഗ്, ഇലക്ട്രോണിക് നോസ് ആണ് കേട്ടോ ഒപ്റ്റിക്കൽ കെമിക്കൽ സെൻസിങ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഇന്റേണൽ ഇൻഡിക്കേറ്റർ. ഇന്റേണൽ ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏതാണ്? മൈക്രോബിയൽ ഗ്രോത്ത് ഇൻഡിക്കേറ്റർ. ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ആണ് ഇന്റേണൽ പിന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട്. പിന്നെ മൈക്രോബിയൽ ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സ് സ്പെസിഫിക് ആയിട്ട് പിന്നെ നോട്ട് എ ഇന്റേണൽ ഇൻഡിക്കേറ്റർ അല്ലേ. അപ്പൊ ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇന്റേണൽ ഇൻഡിക്കേറ്റർ അല്ല. ഇതിൽ ഓക്സിജനും മൈക്രോബിയലും പാത്തോജൻ ഇൻഡിക്കേറ്റേഴ്സും മൂന്നും പിന്നെ ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ബാക്കി അതിലല്ലാതെ വരുന്നത് ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ഇതില് നോട്ട് എൻ ഇന്റേണൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത് ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ആണ്. Okay. Next, which of the following is based on immunochemical method of freshness indicator? പാത്തോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കാരണം ഇമ്മ്യൂണോകെമിക്കൽ മെത്തേഡ്സിൽ മെയിൻ ആയിട്ട് ഈ എലിസ പോലുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ അതുപോലെ സ്ട്രിപ്സ് അല്ലെങ്കിൽ പിന്നെ ബയോസെൻസസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ എൻസൈം ഇമ്മൊബിലൈസേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ ഫ്ലൂറസെന്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അല്ലാതെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പാത്തോജൻ ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്, ഇമ്മ്യൂണോകെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ബയോസെൻസസിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റാലിക് അയേൺസ് ഹാസ് എ പൊട്ടൻഷ്യൽ ഫോർ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്? സിൽവർ ആണ് കേട്ടോ. അതായത് സിൽവർ ആൻഡ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ആണ്. സിൽവർ ആൻഡ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾ, AG ആൻഡ് AU. അതിന് സിങ്കിനും ഉണ്ട് കേട്ടോ പ്രോപ്പർട്ടി. AU, അതുപോലെ സിങ്ക്, അതുപോലെ തന്നെ മാംഗനീസും ചെറിയ തോതിലുണ്ട്. പക്ഷെ മാംഗനീസ് ആക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, സിങ്ക്, കാർബൺ നാനോ ട്യൂബ്സ്, അതുപോലെ തന്നെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ, സിങ്ക് ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾ, ZNO, സിങ്ക് ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾ, ഇതിനൊക്കെയാണ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാക്കേജസ് അപ്പിയേഴ്സ് അപ്രോപ്രിയേറ്റ് ഫോർ ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാക്കേജ് മെറ്റീരിയൽ ഏതാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്ലിക്കേഷൻ എത്തിലിൻ അബ്സോർബേഴ്സ് ആയിട്ടുള്ള പാക്കേജ് ആണ് ഡെഫിനറ്റ്ലി. കാരണം കുറെ കാര്യം ചോദിക്കും അതിൽ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക ഓരോ പാക്കേജിങ്ങിലും, ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് ഓക്സിജൻ റിക്വയർമെന്റ് ഫോർ ആപ്പിൾ സ്റ്റോറേജ് ഇൻ കൺട്രോൾ അറ്റ്മോസ്ഫിയറിക് പാക്കേജ്. ആപ്പിൾ സ്റ്റോറേജിൽ പിന്നെ ഓക്സിജൻ 5% ആണ്. ഓക്കെ, 5% ആണ്. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് പാക്കേജിംഗ് സിസ്റ്റം? ആക്റ്റീവ് പാക്കേജിംഗ് സിസ്റ്റം അല്ലാത്ത ഏതാണ്? അതിൽ വരാത്തത് ഏതാണ്? ആക്റ്റീവ് പാക്കേജിംഗ് ആണ്. RFID ആണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിജൻ അബ്സോർബർ ഉണ്ടാവും, പിന്നെ എത്തിലിൻ സ്കാവഞ്ചേഴ്സ് ഉണ്ടാവും, സെൽഫ് ഹീറ്റിംഗ് കൂളിംഗ് സിസ്റ്റം ഉണ്ടാവും. പക്ഷെ RFID വരുന്നത് എവിടെയാ? ഇന്റലിജന്റ് പാക്കേജിംഗ് ആണ്, ആക്റ്റീവിലല്ല കേട്ടോ. RFID വരുന്നത് ഇന്റലിജന്റിലാണ്, ബാക്കിയൊക്കെ ആക്റ്റീവ് പാക്കേജിംഗിലാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു കുറെ ടേബിൾസ് ഞാൻ ഇത് കമ്പാരിസൺ ചെയ്തിട്ട് കുറെ ടേബിൾസ് കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. കാരണം എക്സാമിന് പഴയ രീതിയിൽ ഈ എന്താണ് മെറ്റൽ ക്യാൻസും മറ്റേ അങ്ങനെയല്ല, ആക്റ്റീവ് ഇന്റലിജന്റ് പാക്കേജിങ്, പിന്നെ കൺട്രോൾഡ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജ്, ആ തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ ഒരു കമ്പാരിസൺ ഒക്കെയാണ് കൂടുതൽ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ അത്രയും ടേബിൾ ലെവലിൽ കൊടുത്തിട്ട് അത് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അയൺ
ആക്ട് ആസ് ഡാഷ് സ്കാവഞ്ചർ സിസ്റ്റം. ഇതിൽ ഓക്സിജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എത്തിലിനാണോ മോയ്സ്ചർ ആണോ ഏത് സ്കാവഞ്ചറിലാണ് യൂസ് ചെയ്യുക? അയൺ. അയൺ ആക്ട് ആസ് ആൻ ഓക്സിജൻ സ്കാവഞ്ചർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിജൻ സ്കാവഞ്ചേഴ്സിൽ എക്സാമ്പിൾ. ഓക്കെ, ഇപ്പൊ 1 gram ഓഫ് അയൺ ക്യാൻ അബ്സോർബ് ഓൾമോസ്റ്റ് 300 gram ഓഫ് ഓക്സിജൻ ടു ഫോം അയൺ ഓക്സൈഡ്. അയണിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, വിത്തിൻ 34 hours. 36 hours. Then dash enzyme act as an oxygen scavenging system. ഇതിൽ ഏത് enzyme ആണ് ഓക്സിജൻ സ്കാവഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക? കൈനേസ്. കാറ്റലൈസ് ആണ് കേട്ടോ. കാറ്റലൈസ് പെറോക്സിഡേഷൻ ആണ് ഓക്സിജൻ സ്കാവഞ്ച് ചെയ്യുന്നത്. അത് ഓക്സിഡൈസിങ് എൻസൈം ആണ്. കാറ്റലൈസും പെറോക്സിഡൈസും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പോളി അക്രിലേറ്റ് സിലിക്ക. ഇതൊക്കെ എന്ത് സ്കാവഞ്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുക? പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ, സിലിക്ക ജെൽ. മോയ്സ്ചർ സ്കാവഞ്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദി ബേസിക് ഫംഗ്ഷൻ ഓഫ് എ പാക്കേജിങ്? ബേസിക് ഫംഗ്ഷൻ ഏതൊക്കെയാ? എല്ലാം വരും കേട്ടോ, എല്ലാം വരും. ഓൾ ഓഫ് ദ എബോവ്. കൺവീനിയന്റ് ആണ്, ഇൻഫോർമേഷൻ തരും, പ്രൊട്ടക്ഷൻ തരും, കണ്ടെയ്ൻമെന്റ് തരും. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ടു പാക്ക് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്? നമ്മള് എല്ലാ കാർബണേറ്റഡ് ബോട്ടിൽസ് എടുത്ത് നോക്കുക, അടിയിൽ പെറ്റ് ബോട്ടിൽസ് ആണ് കേട്ടോ. ഓക്കെ, HDP ഒന്നും കാർബണേറ്റഡ് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് മുതലാവില്ല. അത് ഹൈലി കോസ്റ്റ്ലി അല്ലേ. നമ്മുടെ വീട്ടിലുള്ള മറ്റേ എന്താ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ആ വലിയ പാത്രം ഉണ്ടല്ലോ, കുറച്ച് ഉറപ്പുള്ള പാത്രം ഉണ്ടല്ലോ, അതാണ് HDP എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും. പെറ്റ് ബോട്ടിൽസ് ഒക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ബോട്ടിൽസ് ഒക്കെ പെറ്റ് ബോട്ടിൽസ് ആണ്. അതുപോലെ നോർമലി മിനറൽ വാട്ടർ ഫില്ല് ചെയ്യുന്നത് പെറ്റ് ബോട്ടിൽസ്. അതിന് ഒരുപാട് ഗ്രേഡ് ഉണ്ട്. പിന്നെ നമ്മുടെ പെപ്സിയും കൊക്കക്കോളയുടെ ഒക്കെയാണ് കുറച്ചുകൂടെ തിക്ക് ആയിട്ടുള്ള മൈക്രോൺ കൂടിയ പെറ്റ് ബോട്ടിൽസ് ആണ്. വാട്ടർ ബോട്ടിൽസ് ഇത് കുറഞ്ഞതായിരിക്കും. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു പാക്ക് ഫ്രൈഡ് സ്നാക്സ് ഫുഡ്? ഫ്രൈഡ് സ്നാക്സ് ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്? LDP ആണ് കേട്ടോ, ലോ ഡെൻസിറ്റി പോളിത്തീൻ ആണ്. LDP ആണ് നമ്മൾ യൂസ് ചെയ്യുക സാധാരണയായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ് ടു പാക്ക് കോഫി പാക്കിംഗ്? നിങ്ങൾ ബ്രീത്തബിൾ പൗച്ചസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നേരത്തെ. അലുമിനിയം ലാമിനേറ്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ടോ? അതല്ലാതെ PET ആൻഡ് LDP ആണ്. LDPയും പെറ്റും ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതില് മെറ്റലൈസ്ഡ് പെറ്റ് യൂസ് ചെയ്യും, പെറ്റ് കോട്ടിങ് യൂസ് ചെയ്യും. അതിന്റെ പുറത്ത് LDP. പിന്നെ LDP മെയിൻ ആയിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പ്രിന്റബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ LDPയുടെ ഒരു പ്രത്യേകത വെച്ചാല് ഹൈലി ഇറ്റ്സ് എ ഗുഡ് ബാരിയർ ടു ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതിലുള്ള കോമ്പോണൻസ് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഗ്യാസ് പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോവില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. അതാണ് വൺ സൈഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ബ്രീത്തബിൾ പൗച്ചസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് LDPക്ക് മാത്രം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ബ്രീത്തബിൾ പൗച്ചസിന് വേണ്ടി നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? LDPയും അതുപോലെ തന്നെ പെറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്, ചുമ്മാ നമ്മൾ ഉപയോഗിക്കുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ പാക്കേജിംഗ് ഓഫ് മിൽക്ക് ഇൻ പൗച്ചസ്? മിൽക്ക് പൗച്ചസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താ? യൂസ് ചെയ്യുന്നത് പോളിസ്റ്റർ ആണ് കേട്ടോ. പോളിയെസ്റ്റേഴ്സ് ആണ് മിൽക്ക് പൗച്ചസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വേഗം പോളിയെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോത്ത് മെറ്റീരിയൽ അല്ല, പക്ഷെ അത് ടെക്സ്റ്റൈൽ യൂസ്ഡ് ഫോർ പാക്കേജിംഗ് ഓഫ് മിൽക്കിന്റെ പൗച്ചസ്. അതിനാണ് പോളിയെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പൗച്ചസ് ഫോമില് അത് ഡ്രസ്സിന്റെ മെറ്റീരിയൽ, ടെക്സ്റ്റൈൽസ് മെറ്റീരിയൽ മാത്രമായിട്ടല്ല, പിന്നെ ഫുഡ് പാക്കേജിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പാക്കേജിംഗ് യോഗേർട്ട് കപ്സ്? യോഗേർട്ട് കപ്സിന്റെ മെറ്റീരിയൽ ഏതാണ്? യോഗേർട്ട് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാം, അതിന്റെ തിക്നെസ് ഒക്കെ നോക്കിയിട്ട് വൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്ത മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഏതായിരിക്കും?
പോളി എത്തിലീൻ ആയിരിക്കില്ല എന്തായാലും. അപ്പൊ പിന്നെന്തായിരിക്കും? പോളിസ്റ്റൈറിൻ ആണ്. പി എസ് എന്ന് പറയും പോളിസ്റ്റൈറിൻ ആണ്. പോളിസ്റ്റൈറിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ആ തിക്ക് ആയിട്ടുള്ള കട്ടിയില്ല. അപ്പം ഏതെങ്കിലും പ്രൊഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ പൗച്ചസും ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലൊരു ഐഡിയ കിട്ടും അത് ഏതാണെന്നുള്ളത്. അപ്പോൾ ഏത് പ്രൊഡക്ട്സിന് എന്ത് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യാം. അതിന് BOPP എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. BOPP അത് മുമ്പത്തെ എക്സാമിനെ കുറെ ചോദിച്ചിട്ടുള്ളത്. ബിസ്ക്കറ്റ് ഒക്കെ അതായത് പിന്നെ എന്താണ് ലാമിനേറ്റഡ് BOPP ആണ് നമ്മൾ യൂസ് ചെയ്യുക. ലാമിനേറ്റഡ് BOPP. അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് BOPP കേട്ടോ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ പ്രൈമറി പാക്കേജിംഗ് ഓഫ് ബട്ടർ. ബട്ടറിന്റെ പ്രൈമറി പാക്കേജിംഗ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നല്ല പറഞ്ഞു. വാക്സ് പേപ്പർ ആണോ സർ? അത് പാർച്ച്മെന്റ് പേപ്പർ ആണ്. വാക്സ് പേപ്പർ നമ്മൾ സാധാരണയായിട്ട് കോമൺലി നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാം. പക്ഷെ ആസ് എ റിയാലിറ്റി ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പാർച്ച്മെന്റ് പേപ്പർ ആണ്. അപ്പോൾ വെജിറ്റബിൾ പാർച്ച്മെന്റ് പേപ്പർ ആണ് നമ്മൾ സാധാരണയായിട്ട് ബട്ടർ പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. കാരണം വാക്സിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മൾ FSSAI സ്റ്റാൻഡേർഡ് പ്രകാരം വാക്സ് പേപ്പർ വെച്ചിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വാക്സിൽ ഒരുപാട് സ്റ്റിറോൾസ് ഉണ്ട് അല്ലെ. സ്റ്റിറോൾസ് ഉണ്ട്. വാക്സ് എ ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ്. ഫാറ്റിന്റെ എസ്റ്റേഴ്സ് ആണ് വാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് അതിലേക്ക് ലീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രകാരം പാർച്ച്മെന്റ് പേപ്പേഴ്സ് ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പാർച്ച്മെന്റ് കോട്ടഡ് പാർച്ച്മെന്റ് പേപ്പേഴ്സ്. ഓക്കെ, വാക്സ് പേപ്പർ നമ്മൾ എവിടെ യൂസ് ചെയ്യുക സാധാരണയായിട്ട് പാക്കേജിങ്ങിന്റെ സമയത്ത്? ഏത് പ്രൊഡക്ട്സ് പാക്ക് ചെയ്യാനാണ് വാക്സ് കോട്ടിംഗ് പേപ്പർ യൂസ് ചെയ്യുക? കൺഫെക്ഷനറീസ് ആണ്. കൺഫെക്ഷണറിക്കാണ് വാക്സ് കോട്ടിംഗ് വാക്സ് പേപ്പർ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ടോഫി കൺഫെക്ഷണറീസ് ഒക്കെയാണ് വാക്സ് കോട്ടിംഗ് യൂസ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഈസ് യൂസ്ഡ് ആസ് എ പ്രൈമറി പാക്കേജിംഗ് ഇൻ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റിന്റെ പ്രൈമറി പാക്കേജിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് BOPP ആണ് കേട്ടോ. ബൈആക്സിയലി ഓറിയന്റഡ്, ബയോ ഓറിയന്റഡ് എന്ന് പറയും. ബൈആക്സിയലി ഓറിയന്റഡ് പോളിപ്രോപ്പൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ അബ്രാഷൻ റെസിസ്റ്റന്റ് ലെയർ ഇൻ എ റിട്ടോർട്ട് പൗച്ച്? റിട്ടോർട്ട് പൗച്ചിൽ അബ്രാഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലെയർ ഏതാണ്? നൈലോൺ ആണ് കേട്ടോ. അബ്രാഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലെയർ നൈലോൺ ആണ്. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോളിമർ യൂസ്ഡ് ആസ് എ പ്രിന്റിംഗ് സർഫസ്? പ്രിന്റിംഗ് സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമർ ഏതാണ്? അലുമിനിയം ഒരു പോളിമർ അല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? പോളിപ്രോപ്പിലിൻ, പോളിയസ്റ്റർ. പോളിയസ്റ്റർ ആണ് കേട്ടോ. പോളിയസ്റ്റർ ഇസ് എ പ്രിന്റബിൾ സർഫസ്. കാരണം നമ്മൾ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞല്ലോ, ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞല്ലോ പോളിയസ്റ്റർ. അപ്പൊ അതിന് പ്രിന്റബിലിറ്റി കൂടുതലായിരിക്കും അല്ലെ. ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ പ്രോപ്പർട്ടി പ്രിന്റബിലിറ്റി കൂടുതലാണ്. അപ്പൊ പോളി എസ്റ്റേഴ്സ് ആണ് നമ്മൾ കോമൺലി പ്രിന്റ് സർഫസ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത്. അത് നമ്മളെ ഫ്ലക്സിന്റെ ഒക്കെ മെറ്റീരിയൽ ഇല്ലേ, അതൊക്കെ ടൈപ്പ് ഓഫ് പോളി എസ്റ്റേഴ്സ് ആണ്. പ്രിന്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കാരണം അത് കൂടുതൽ കാലം കോമ്പൗണ്ട് അതിന് സർഫസിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് പോളി എസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പ്രിന്റബിൾ സർഫസ്. ഓക്കെ, ടെട്രാ പാക്കിന് എത്ര ലേയേഴ്സ് ഉണ്ട്? 6 ലേയേഴ്സ് ആണ്. 6 ലേയേഴ്സ് ആണ് കേട്ടോ. 6 ലേയേഴ്സ് ആണ്. 4 മെറ്റീരിയൽ ആണുള്ളത്, പക്ഷെ 6 ലേയേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതില് LDP റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ 6 ലേയേഴ്സ് ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? താങ്ക് യു. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു കൊടുക്കാം. താങ്ക് യു. അപ്പം നമുക്ക് ഈ ടെക്നോളജി ബേസ് ചെയ്ത് ഒരു 2 Q&A ക്ലാസ്സസ് ആണ് ഉള്ളത്. അപ്പൊ ബേസിക്കലി Q&Aയില് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിനെ കുറിച്ച് തന്നെയുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇന്നൊരു 100 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറഞ്ഞ് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ ലോങ്ങർ ഇന്റർവൽ ഓഫ് മിൽക്കിംഗ് ടിപ്പിക്കലി റിസൾട്ട്സ് ഇൻ? അതില് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് എന്ന് വരുന്നത് മോർ മിൽക്ക് വിത്ത് മോർ ഫാറ്റ് പെർസെൻറ്റേജ്, മോർ മിൽക്ക് വിത്ത് ലെസ് ഫാറ്റ് പെർസെൻറ്റേജ്, ലെസ് മിൽക്ക് വിത്ത് മോർ ഫാറ്റ് പെർസെൻറ്റേജ് ആൻഡ് നൺ ഓഫ് ദ അബോവ്. ആർക്കെങ്കിലും ഉത്തരം പറയാവോ? ഹലോ. മോർ മിൽക്ക് വിത്ത് മോർ ഫാറ്റ് പെർസെൻറ്റേജ്.
ഓപ്ഷൻ എ ആണോ? യെസ്. അല്ല, ഓപ്ഷൻ എ അല്ല അതിന്റെ ഉത്തരം. ബി. അതെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മോർ മിൽക്ക് വിത്ത് ലെസ് ഫാറ്റ് പെർസെൻറ്റേജ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലോങ്ങർ ഇന്റർവെൽ കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് മോർ മിൽക്ക് തന്നെ ആയിരിക്കും. എപ്പോഴും ഞാൻ ക്ലാസ് എടുത്ത സമയത്തും പറഞ്ഞിട്ടുണ്ട്, മിൽക്കും ക്വാണ്ടിറ്റി ഓഫ് മിൽക്കും ഫാറ്റ് പെർസെൻറ്റേജ് എങ്ങനെ റിലേറ്റ് ആയിരിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പോലെയാണ് അത് റിലേറ്റ് ആയിട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഈസ് മോർ ദ ഫാറ്റ് പെർസെൻറ്റേജ് വിൽ ബി ലെസ്. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മോർ മിൽക്ക് വിത്ത് മോർ ഫാറ്റ് പെർസെൻറ്റേജ്, ലെസ് മിൽക്ക് വിത്ത് മോർ ഫാറ്റ് പെർസെൻറ്റേജ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. എപ്പോഴും ലോങ്ങർ ഇന്റർവെൽ ഓഫ് മിൽക്കിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് പെർസെൻറ്റേജ് കുറവായിരിക്കും. അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, മോർ മിൽക്ക് വിത്ത് ലെസ് ഫാറ്റ് പെർസെൻറ്റേജ് ആണ്. ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ കൗസ് മിൽക്ക്? ഓപ്ഷൻ എ 80%, ബി 87%, സി 90% ആൻഡ് ഡി 92%. 87%. കറക്റ്റ്. ബി, ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. 87% ആണ്. നമ്മൾ പഠിക്കുന്ന കോമ്പോസിഷൻ ഓഫ് മിൽക്കിൽ പഠിക്കുന്നതാണ് 87%. ഇപ്പൊ നമുക്ക് ഒരു 80 റേഞ്ച് തരികയാണെങ്കിൽ ഒരു 84 to 87% ഒക്കെ ആൻസറിലുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്. സ്പെസിഫിക്കലി കൗസ് മിൽക്ക് എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് 87% വാട്ടറും ബാക്കി 13% ടോട്ടൽ സോളിഡ്സും ആണ്. അത് റേഞ്ചിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു 12 to 14% ടോട്ടൽ സോളിഡ്സ്, 85 to 87% വാട്ടർ, അങ്ങനെ റേഞ്ചിൽ ചോദിക്കുകയാണെങ്കിൽ ആ റേഞ്ച് എത്രയിലാണോ മോസ്റ്റ് സൂട്ടബിൾ ആ ഓപ്ഷനിൽ നമ്മൾ ചെയ്യുക. അല്ല പെർട്ടിക്കുലർലി പെർസെൻറ്റേജസ് ആണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ 87 ആണ് കൗസ് മിൽക്കിന്റെ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which protein is predominant in milk? Albumin, casein, whey protein or globulin? Casein ആണ്. അപ്പൊ മിൽക്ക് പ്രോട്ടീൻസ് 2 types ഉണ്ട്, casein ആൻഡ് whey protein. പിന്നെ വേ പ്രോട്ടീൻ അണ്ടറിൽ വരുന്നതാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ആൽഫ ലാക്ട ആൽബുമിൻ, ബീറ്റ ലാക്ട ഗ്ലോബുലിൻ, അതൊക്കെയാണ് വേ പ്രോട്ടീൻ അണ്ടറിൽ വരുന്നത്. കസീനിൽ എന്തൊക്കെ വരുന്നുണ്ട്? ആൽഫ കസീൻ, ബീറ്റ കസീൻ, കപ്പ കസീൻ, അതൊക്കെയാണ് കസീൻ്റെ അണ്ടറിൽ വരുന്നത്. ബേസിക്കലി ആ 2 പ്രോട്ടീൻസിൽ 80% കസീനും 20% വേ പ്രോട്ടീനും ആണ് നമ്മുടെ നോർമൽ മിൽക്കിൽ ഉള്ളത്. അതാണ് അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നോർമൽ pH റേഞ്ച് ഓഫ് ഫ്രഷ് മിൽക്ക്? ബി. എ 6.4 to 6.6. എ ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ. കാരണം നമ്മളൊരു നോർമൽ ഫ്രഷ് മിൽക്കിന്റെ റേഞ്ച് പറയുന്നത് 6.4 to 6.6 ആണ്. പക്ഷെ ഇപ്പോൾ 6.7, 6.8 നമുക്ക് പറയാം. പക്ഷെ മോസ്റ്റ് സ്യൂട്ടബിൾ വരുന്നത് 6.4, 6.6 ആണ്. കാരണം സുകുമാരുടെ ബുക്കിലൊക്കെ നമ്മൾ നോർമൽ pH ഓഫ് ഫ്രഷ് മിൽക്ക് എന്ന് പറയുന്നത് 6.4, 6.6 ആണ്. നമ്മളിപ്പം ഇപ്പൊ ഈ ഓപ്ഷൻ ഇല്ല, ബി ഓപ്ഷൻ ആണുള്ളതെങ്കിൽ നമുക്ക് ബി ഓപ്ഷനിൽ പോവാം. പക്ഷെ എപ്പോഴും 6.4 to 6.6 ആണ് pH ഓഫ് നോർമൽ ഫ്രഷ് മിൽക്ക് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. Then next, for bone development, കാൽഷ്യം കറക്റ്റ് ആണ്. അത് കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാഗ്നീഷ്യം ഇതൊക്കെയാണ് മിൽക്കിൽ ഏറ്റവും കൂടുതൽ മിനറലിന്റെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത്. ആൻഡ് ഇതിലൊരു പോയിന്റ് ഉള്ളത്, മിൽക്ക് ഈസ് ഡെഫിഷ്യന്റ് ഇൻ അയറൺ. അത് ഓർത്ത് വെക്കണം, മിൽക്കിൽ അയറൺ പ്രസന്റ് അല്ല. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ഇതിന് ചാൻസ് ഉള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനറൽസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ മിൽക്ക് എന്നോ അല്ലെങ്കിൽ വിച്ച് മിനറൽ ഈസ് ഡെഫിഷ്യന്റ് ഇൻ മിൽക്ക് എന്നോ ചോദിച്ചാൽ നമുക്ക് അയറൺ എന്നുള്ള ആൻസർ എടുക്കാം. മിൽക്കിൽ ഏറ്റവും കൂടുതലുള്ള മിനറൽസ് കാൽഷ്യം ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ മാഗ്നീഷ്യം ഒക്കെ മിൽക്കിൽ വരുന്ന മിനറൽസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു FSSAI, the minimum fat percentage in full cream milk is 6%. അതെ, 6% ആണ്. സി ആണ് ഉത്തരം. മിനിമം ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ ഫുൾ ക്രീം മിൽക്ക് എന്ന് പറയുന്നത് 6% ആണ്. അപ്പം FSSAIന്റെ സ്റ്റാൻഡേർഡ്സ് തറവായിരിക്കുക. FSSAI സ്റ്റാൻഡേർഡ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട സ്റ്റാൻഡേർഡ്സ്
ഒന്ന് കൗ മിൽക്കിന്റെ സ്റ്റാൻഡേർഡ് ആണ്, അതിൽ മിനിമം ഫാറ്റ് 3.2 ആൻഡ് SNFs മിനിമം 8.3. അതുപോലെ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് വരുന്നത് ഏതൊക്കെയായിരുന്നു? ടോൺഡ് മിൽക്ക് ഉണ്ട്, ഡബിൾ ടോൺഡ് മിൽക്ക് ഉണ്ട്, സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് ഉണ്ട്, സ്കിം മിൽക്കിന് സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഫുൾ ക്രീം മിൽക്ക്, മിക്സ്ഡ് മിൽക്ക്, ഇത്രയും സ്റ്റാൻഡേർഡ്സ്, ബഫല്ലോ മിൽക്കിന്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്യാമൽ മിൽക്കിന് ഒരു സ്റ്റാൻഡേർഡ് ഇപ്പൊ പറയുന്നുണ്ട്, മിനിമം 2% ഫാറ്റ് വരുന്ന സ്റ്റാൻഡേർഡ്, അതും ഓർത്തിരിക്കണം. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. FSSAI സ്റ്റാൻഡേർഡ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ FSSAI സ്റ്റാൻഡേർഡ്സ് നമ്മൾ തറവായിരിക്കണം. അത് മിനിമം ആണോ മാക്സിമം ആണോ അതും ഓർമ്മ ഉണ്ടാവണം. കാരണം ഇപ്പൊ നമ്മൾ സ്കിം മിൽക്ക് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ഫാറ്റ് പെർസെന്റേജ് ഇൻ സ്കിം മിൽക്ക് ആണ് നമ്മൾ 0.5% പറയുന്നത്. അപ്പൊ മാക്സിമം ആണോ മിനിമം ആണോ അതെല്ലാം ഓർമ്മ ഉണ്ടായിരിക്കണം. FSSAI സ്റ്റാൻഡേർഡ്സ് തറവായിരിക്കണം. Then the next question is, what is the minimum SNF required for toned milk as per FSSAI? മിനിമം SNF ആണ് ചോദിക്കുന്നത് ടോൺഡ് മിൽക്കിന്റെ. 8.5. 8.5. എ ഓപ്ഷൻ ആണ് കറക്റ്റ്. 8.5 ആണ് മിനിമം SNF പെർസെന്റേജ് ഓഫ് ടോൺഡ് മിൽക്ക്. ഡബിൾ ടോൺഡ് മിൽക്ക് ആകുമ്പോൾ മിനിമം SNF വിൽ ബിക്കം 9%. അപ്പൊ നമ്മൾ എന്താണ് ടോൺഡ് ആണോ ഡബിൾ ടോൺഡ് ആണോ എന്താണ് ചോദിച്ചിരിക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമുക്ക് ഓപ്ഷൻസും വളരെ വളരെ അടുത്തടുത്ത ഓപ്ഷൻസ് തരാം. 8, 8.5, 9, 9.5, 10 അങ്ങനെ ഇതുപോലത്തെ ഉള്ള ഓപ്ഷൻസ് ആണ് കൂടുതൽ വരിക. അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ തറവായിട്ട് വായിക്കണം. ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് 2 ഓപ്ഷനും ശരിയാണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വരും. ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് PSCയിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the maximum permissible limit of total bacterial count in milk according to FSSAI standards? C അല്ല, D ആണ് അതിന്റെ ആൻസർ. 5 lakh CFU per ml ആണ്. അത് ബാക്ടീരിയൽ സ്റ്റാൻഡേർഡ്സ് ജസ്റ്റ് മിൽക്കിന്റെ മാത്രമെങ്കിലും റെഫർ ചെയ്ത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. എല്ലാം നമുക്കിപ്പം എല്ലാത്തിന്റെയും ബാക്ടീരിയൽ കൗണ്ട് ഓർത്ത് വെക്കാൻ പറ്റണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫ്രഷ് മിൽക്ക് വരുന്നത് എത്രയാണ് ടോട്ടൽ ബാക്ടീരിയൽ കൗണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് ചോദിച്ചിട്ടുണ്ട്, മാക്സിമം ചോദിച്ചിട്ടുണ്ട്, അത് ഓർത്ത് വെക്കുക. 50,000 CFU per ml to 5 lakh CFU per ml ആ റേഞ്ചിലാണ് വരുന്നത്, അത് ഓർത്ത് വെക്കണം. Then which milk type requires a minimum of 4.5% fat as per FSSAI? Standardized milk. Yes, standardized milk ആണ് കറക്റ്റ് ഉത്തരം. ഡബിൾ ടോൺഡ് മിൽക്കിന് നമുക്ക് മിനിമം ഫാറ്റ് വേണ്ടത് 1.5 ആണ്. ടോൺഡ് മിൽക്കിന് മിനിമം 3% ഫാറ്റ് ആണ് വേണ്ടത്. ആൻഡ് ഫുൾ ക്രീം മിൽക്കിന് നമ്മൾ ഓൾറെഡി വേറൊരു ക്വസ്റ്റ്യനിൽ കണ്ടു, മിനിമം 6% ഫാറ്റ് ആണ് വേണ്ടത്. സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക്, മിക്സ്ഡ് മിൽക്ക്, റീകമ്പൈൻഡ് മിൽക്ക് ഇതിനെല്ലാം മിനിമം 4.5% ഫാറ്റ് ആണ് ആസ് പെർ FSSAI. അപ്പൊ സ്റ്റാൻഡേർഡ്സ് തറോ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടത്. Then what is the legal limit for aflatoxin M1 in milk as per FSSAI? 0.5 ppb. Correct, 0.5 ppb. Option A ആണ് correct, 0.5 ppb. അപ്പൊ aflatoxin എന്ന് പറഞ്ഞാൽ എന്താ? Aflatoxins are the toxins produced by ഫംഗസ് ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണ്. ബേസിക്കലി പ്രൊഡ്യൂസ്ഡ് ബൈ ആസ്പെർജില്ലസ് സ്പീഷീസ് ആണ് അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മിൽക്കിൽ വരുന്നത് എങ്ങനെയാണ്? മിൽക്കില് ബേസിക്കലി അഫ്ലാടോക്സിൻ ഇസ് എൻറ്ററിങ് ഇൻ ടു മിൽക്ക് ത്രൂ ദ ഫീഡ് കണ്ടാമിനേറ്റ് ചെയ്യുന്നത് വഴി, കണ്ടാമിനേറ്റഡ് ഫീഡ്സിന്റെ ഇൻടേക്ക് വഴിയാണ് മിൽക്കിൽ അഫ്ലാടോക്സിന്റെ പ്രസൻസ് വരുന്നത്. അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോടോക്സിൻ ആണ്. നമ്മുടെ അത് ഹെൽത്തിനെ ഭയങ്കര അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഏജൻസ് വരെ അതിലുണ്ട്. അതുകൊണ്ട് അഫ്ലാടോക്സിന്റെ ലീഗൽ ലിമിറ്റ് നമുക്കറിയാം 0.5 ppb ആണ് മാക്സിമം. അതിൽ കൂടുതൽ അഫ്ലാടോക്സിൻ ഐഡന്റിഫൈ ചെയ്താൽ മിൽക്ക് റിജക്ട് ആവും. അപ്പൊ അഫ്ലാടോക്സിൻ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കേസസ് ആണ്. അതിൽ എന്താണ് അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളോട് ഫംഗൽ ടോക്സിൻസ് അല്ലെങ്കിൽ അഫ്ലാടോക്സിൻ ഓർ അതർവൈസ് മൈക്കോടോക്സിൻ എന്ന് പറയും. മൈക്കോടോക്സിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെല്ലാം നമ്മൾ കളക്റ്റീവ്ലി പറയുന്നതാണ് മൈക്കോടോക്സിൻസ്. മൈക്കോടോക്സിൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അഫ്ലാടോക്സിൻ M1 ഉണ്ട്, G1 ഉണ്ട്. അപ്പം ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മിൽക്കിൽ പറയുന്നത് അഫ്ലാടോക്സിൻ M1 ആണ്. അതിന് FSSAI സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്, 0.5 ppb ആണ്. ഇത്രയും കാര്യങ്ങളാണ് അഫ്ലാടോക്സിനിൽ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ ഏത് സ്പീഷീസ് ആണ് അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആസ്പെർജില്ലസ് സ്പീഷീസ് ആണ്.
Then which of the following is true about milk protein? Statement question ആണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മിൽക്ക് പ്രോട്ടീനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ്സ് തറവായിട്ട് വായിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഡിക്രീസസ് ഫ്രീക്വന്റ്ലി വിത്ത് മോർ ഫ്രീക്വന്റ് മിൽക്കിംഗ്, ഷോസ് ലെസ് ഡെയിലി വേരിയേഷൻ ദാൻ ഫാറ്റ്, it is the primary source of energy, is higher in for milk than strippings. ആൻസർ ആരെങ്കിലും പറയൂ. It is higher in for milk than strippings. ഏതാ? ബി ആണോ? ബി ആണ്. ബി ആണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇപ്പൊ നമ്മൾ മിൽക്കിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കോമ്പോസിഷൻ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഫാറ്റ് ആണ് മിൽക്കിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ കാണിക്കുന്ന ഒരു കമ്പോണന്റ്. ഫാറ്റിന്റെ കണ്ടന്റിലാണ്, സീസണൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവൽ ഓഫ് മിൽക്കിംഗ് ആണെങ്കിലും ഈവൻ ഫോർ മിൽക്ക് സ്ട്രിപ്പിംഗ്സിലൊക്കെ ആണെങ്കിലും ഫാറ്റ് കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻ കാണിക്കുന്നത് മിൽക്കിങ്ങിന്റെ ടൈമില്. അപ്പം ഇതിൽ ബാക്കി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് ഫ്രീക്വന്റ്ലി വിത്ത് മോർ ഫ്രീക്വന്റ് മിൽക്കിംഗ്. അങ്ങനെയല്ല, അതിനൊരു സ്റ്റേബിൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് പ്രോട്ടീൻ കാണിക്കുന്നത്. പിന്നെ ഷോസ് ലെസ് ഡെയിലി വേരിയേഷൻ ദാൻ ഫാറ്റ്, അതാണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് ഫാറ്റ് ആണ് ഹൈലി. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണന്റ് ഇസ് മിൽക്ക് ഷോസ് ഹൈ ഡെയിലി വേരിയേഷൻ, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ കാണിക്കുന്ന കോമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മിൽക്ക് ഫാറ്റ് എന്ന് ഉത്തരം പറയാം. ഇനി നെക്സ്റ്റ്, ഇറ്റ് ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അല്ല. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, അതൊക്കെയാണ് പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മിൽക്കിൽ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹയർ ഇൻ ഫോർ മിൽക്ക് ദാൻ സ്ട്രിപ്പിംഗ്സ്. അങ്ങനെയല്ല, ഫോർ മിൽക്കിലും സ്ട്രിപ്പിംഗ്സിലും ഏറ്റവും കൂടുതൽ വേരിയേഷൻ വരുന്നത് നമ്മൾ ഫാറ്റ് എടുക്കുമ്പോഴാണ്. ഫാറ്റ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഫോർ മിൽക്കിൽ 1% അപ്രോക്സിമേറ്റ്ലി 1% ഫാറ്റേ ഉള്ളൂ, ആൻഡ് ഇൻ സ്ട്രിപ്പിംഗ്സ് 10% ഫാറ്റ് വരെ ഉണ്ട്. അതാണ് കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിങ്ങിൽ നമ്മൾ ഫാറ്റ് പെർസെന്റേജിന്റെ കേസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഫോർ മിൽക്കിൽ നിയർലി 1% ഫാറ്റ് ആണ്, സ്ട്രിപ്പിംഗ്സിൽ നിയർലി 10% ഫാറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് മിൽക്ക് പ്രോട്ടീൻ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഷോസ് ലെസ് ഡെയിലി വേരിയേഷൻ ദാൻ ഫാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് എൻഷുവേഴ്സ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ് ഇൻ മിൽക്ക്? Homogenization. ഹോമോജനൈസേഷൻ ആണ് ഉത്തരം. ഹോമോജനൈസേഷൻ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ടു reduce the size of the fat globules and uniformly distribute it in the milk. അതിനാണ് നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. ഹോമോജനൈസേഷന്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഹൈ പ്രഷറിൽ ഒരു നാരോ സ്ലിറ്റിൽ കൂടെ മിൽക്കിനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ മിൽക്ക് ഫാറ്റ് ഗ്ലോബ്യൂൾസ് വിൽ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ ഗ്ലോബ്യൂൾസ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്നത് 2 to 20 മൈക്രോമീറ്റർ ആണ് യൂഷ്വലി ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് വരുന്നത് നോർമൽ മിൽക്കിൽ. വെൻ വി പാസ് ഇറ്റ് ത്രൂ ഹോമോജനൈസർ ഇറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് to a size of less than 2 micrometer. Less than 2 micrometer താഴെയുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ട് ആഫ്റ്റർ ഹോമോജനൈസേഷൻ അത് വരും. എന്നിട്ട് കംപ്ലീറ്റ്ലി ഡിസ്പോസ്ഡ് ആവും, യൂണിഫോംലി ഡിസ്പോസ്ഡ് ഇൻ മിൽക്ക് ആയിരിക്കും. അപ്പോൾ ഹോമോജനൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? ത്രൂ ഹോമോജനൈസേഷൻ വി ആർ റെഡ്യൂസിങ് ദ ക്രീം ലൈൻ ഫോർമേഷൻ അല്ലെങ്കിൽ ഫാറ്റ് ലെയർ ഫോർമേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. ഹോമോജനൈസേഷൻ നമ്മൾ 2500 two-stage homogenization ആണെങ്കിൽ 2500 psi and 500 psi ആണ് ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഹോമോജനൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം, പാസ്ചറൈസേഷൻ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, ടു കിൽ all pathogenic organism and almost all spoilage organism. ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഗിവൺ ടു മിൽക്ക് ആണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. നമ്മൾ 116 to 118 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യുന്ന പ്രോസസ് ആണ്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മളൊരു സീവോ അല്ലെങ്കിൽ ഒരു മസ്ലിൻ ക്ലോത്തിന്റെ ഉള്ളിക്കോട് നമ്മൾ മിൽക്കിനെ പാസ് ചെയ്തിട്ട് ടു റിമൂവ് ദ ഫോറിൻ ബോഡീസ്. ഇത്രയാണ് ബാക്കി 3 പ്രോസസ്സ് വരുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിൽക്ക് യൂണിഫോം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിൽക്ക് ഫാറ്റ് ഗ്ലോബ്യൂൾസ് യൂണിഫോംലി എന്ന ഓപ്ഷൻ ഹോമോജനൈസേഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പാസ്ചറൈസേഷൻ വാസ് ഇൻവെന്റഡ് ബൈ Louis Pasteur. Yes, Louis Pasteur. കറക്റ്റ് ആണ്. അത് ജസ്റ്റ് ഞാനൊരു ചിലപ്പോൾ ചോദിക്കാതിരിക്കാം, ജസ്റ്റ് ഫോർ ഒരു ഇതിന് എത്തുന്നേ ഉള്ളൂ. Then find out the correct statement from below. First statement is buffalo milk has a lower fat content than cow milk. Colostrum has a similar composition of whole milk. The portion of milking affects the fat content of milk. Only three. Only three.
ഓൺലി 3 ആണ് ഓപ്ഷൻ വരിക. ബഫല്ലോ മിൽക്കിന് ഹയർ ഫാറ്റ് കണ്ടന്റ് ആൻഡ് കൗ മിൽക്ക് ആണ്, നിയർലി 6% ഒക്കെ വരുന്നുണ്ട്. കൗ മിൽക്കിൽ നമ്മൾ FSSAI സ്റ്റാൻഡേർഡ്സ് പറയുന്നത് 3.2 ആണ് മിനിമം, പക്ഷെ ബഫല്ലോ മിൽക്കിന് 6% ആണ്. കൊളസ്ട്രോൾ ആസ് എ സിമിലർ കോമ്പോസിഷൻ അല്ല. കൊളസ്ട്രോൾ ആസ് എ ഡിഫറെന്റ് കോമ്പോസിഷൻ ഫ്രം ദാറ്റ് ഓഫ് ഹോൾ മിൽക്ക്. കൊളസ്ട്രോൾ യൂഷ്വലി കണ്ടെയ്ൻസ് high amount of fat, high amount of protein, carbohydrates and even it contains immunoglobulins. അതാണ് കൊളസ്ട്രോളിന്റെ മെയിൻ ഡിഫറൻസ്. പിന്നെ നമ്മൾ പോർഷൻ ഓഫ് മിൽക്കിംഗ് എഫക്ട്സ് ദ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഫോർ മിൽക്ക് ആൻഡ് സ്ട്രിപ്പിങ്ങിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി 3, അതാണ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഹീറ്റ് റെസിസ്റ്റന്റ് എൻസൈം ഇൻ മിൽക്ക്? Peroxidase. പെറോക്സിഡേസ് ആണ് മോസ്റ്റ് ഹീറ്റ് റെസിസ്റ്റന്റ് എൻസൈം എന്ന് പറയുന്നത്. ലാക്ടോ പെറോക്സിഡേസ് എന്ന് ചോദിച്ചാലും കറക്റ്റ് ആണ്. പെറോക്സിഡേസ് ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് മോസ്റ്റ് ഹീറ്റ് റെസിസ്റ്റന്റ് വരുന്നത്. ബാക്കി ലിപ്പേസ് ആണെങ്കിലും ലിപ്പേസ് ആക്ടിവിറ്റി നമ്മുടെ ഹോമോജനൈസേഷൻ ടെമ്പറേച്ചറിൽ അറസ്റ്റ് ആവും. യൂഷ്വലി ഒരു 55 എബോ ടെമ്പറേച്ചറിൽ ലിപ്പേസിന്റെ ആക്ടിവിറ്റി പോകും. പ്രോട്ടിയേസും കാറ്റലൈസും ഒക്കെ അത്രയും ഹീറ്റ് റെസിസ്റ്റന്റ് അല്ല. ദേ വിൽ നോട്ട് സർവൈവ് ദ സ്റ്റെറിലൈസേഷൻ, അതൊന്നും സർവൈവ് ചെയ്യില്ല. അപ്പൊ ലാക്ടോ പെറോക്സിഡേസ് അല്ലെങ്കിൽ പെറോക്സിഡേസ് ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് മോസ്റ്റ് ഹീറ്റ് റെസിസ്റ്റന്റ് എൻസൈം ഇൻ മിൽക്ക് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി -0.545 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക്. കാരണം ഫ്രീസിംഗ് മിൽക്കില് നോർമൽ വാട്ടറിനേക്കാളും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അതർ സൊല്യൂട്ട്സ്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലെസർ ദാൻ 0 ഡിഗ്രി സെൽഷ്യസ്, വിച്ച് ഈസ് യൂഷ്വലി -0.545 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അതില് ഫ്രീസിംഗ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഇപ്പൊ നിയർ ടു 0 ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ മിൽക്ക് ഈസ് അഡൾട്രേറ്റഡ് വിത്ത് വാട്ടർ. അപ്പൊ വാട്ടർ കൂടുന്തോറും സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറച്ചും കൂടി 0യുടെ അടുത്തേക്ക് വരും. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കൂടുക അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് പിന്നെയും താഴേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സൊല്യൂട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സോറിങ് സംഭവിക്കുക, കൊയാഗുലേഷൻ സംഭവിക്കുമ്പോഴൊക്കെയാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് പിന്നെയും ഡിക്രീസ് ആവുക. നോർമലി നമ്മൾ പറയുന്നത് -0.545 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് കൗ മിൽക്ക് ഈസ് പ്രൈമർലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കരോട്ടിൻ ആണ് ഉത്തരം. അപ്പൊ കളറിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്, കൗ മിൽക്കിൽ മെയിൻ ആയിട്ട് കരോട്ടിന്റെ പ്രസൻസ് കൊണ്ടാണ് യെല്ലോയിഷ് ടിന്റ് ആ കളർ വരുന്നത്. പക്ഷെ ബഫല്ലോ മിൽക്ക് വൈറ്റ് ആവാൻ കാരണം, ഇൻ ബഫല്ലോ മിൽക്ക് ദ കരോട്ടിൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വൈറ്റമിൻ എ. അപ്പൊ അവിടെ കരോട്ടിന്റെ presence illa, it is directly converted into vitamin A and which causes the buffalo milk to appear more whitish than cow milk. അങ്ങനെ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. പിന്നെ റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്, റൈബോഫ്ലാവിൻ is the component which gives that greenish color to whey. വേയ്ക്ക് കളർ കൊടുക്കുന്നതാണ് റൈബോഫ്ലാവിൻ. കരോട്ടിൻ ആണ് മിൽക്കിന് കളർ കൊടുക്കുന്നത്. പിന്നെ കസീൻ ആൻഡ് ഫാറ്റ് ഗ്ലോബുൾസ്, അതിനൊന്നും കളറായിട്ട് യാതൊരു ബന്ധമില്ല. Next question is, arrange the following according to the decreased order of fat content. ശ്രദ്ധിക്കണം, decreased order of fat content-ലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. goat, buffalo, cow, human. ഓപ്ഷൻ ഏതാന്ന് പറയൂ. ബി. കറക്റ്റ് ആണ്, ബി ഓപ്ഷൻ ആണ്. ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത് ബഫലോയ്ക്ക്, ദെൻ കംസ് കൗ ആൻഡ് ദെൻ കംസ് ഗോട്ട് ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആണ് ഹ്യൂമൻ മിൽക്ക് വരിക. ഹ്യൂമൻ മിൽക്കിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് ലാക്ടോസ് ആണ് ആൻഡ് ദ ഫാറ്റ് ഇസ് ലെസർ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് കോമ്പോസിഷൻ ഓഫ് മിൽക്കിനെ ബേസ് ചെയ്ത് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻക്രീസിംഗ് ഓർഡർ, ഡിക്രീസിംഗ് ഓർഡർ. ഇപ്പൊ ഗോഡ്, ബഫലോ, കൗ, ഹ്യൂമൻ തന്നെ ആവണമെന്നില്ല. നമ്മുടെ FSSAI പറഞ്ഞിട്ടുള്ള വേണമെങ്കിൽ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡേർഡൈസ്ഡ് കപ്പ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അറേഞ്ച് ദം അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ ഫാറ്റ് കണ്ടന്റ് ചോദിച്ചിട്ട് അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. സ്പീഷീസിനെ ബേസ് ചെയ്ത് വരണ അങ്ങനെയും വരാം. ഇതൊരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ എട്ടുന്നേ ഉള്ളൂ. Then the density of milk is highest at option. Hello. 4 degree. 4 degrees Celsius. Option A ആണ് correct answer. The density of milk highest ആവുന്നത് 4 degrees Celsiusലാണ്. Because the water നമ്മൾ പറയാറ് density of water is highest at 4 degrees Celsius because അതിന്റെ മോളിക്യൂൾസ് ഒക്കെ ഹൈലി കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ളത് ആ ഒരു
ടെമ്പറേച്ചറിലാണ്. അപ്പൊ അതിൽ അതിൽ ടെമ്പറേച്ചർ കൂടിയാലോ കുറഞ്ഞാലോ ആ 4 ഡിഗ്രിയിലുള്ള ഡെൻസിറ്റിനെക്കാളും കുറവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഡെൻസിറ്റി ഈസ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫാറ്റ് ഇൻ മിൽക്ക് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് കൊളോയിഡൽ Emulsion. കറക്റ്റ്. എമൽഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഫാറ്റ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഓരോ കമ്പോണന്റും ഓരോ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മിൽക്കിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. ഫാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എമൽഷൻ ആണ്. കൊളോയിഡൽ സസ്പെൻഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പോണന്റ് എന്താ? പ്രോട്ടീൻ ആണ് കൊളോയിഡൽ സസ്പെൻഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ട്രൂ സൊല്യൂഷൻ ആയിട്ട് കാണുന്നത് ലാക്ടോസ് ആൻഡ് വേ ആണ്. ട്രൂ സൊല്യൂഷൻ ലാക്ടോസ്, വേ, മിനറൽസ്, സോൾട്ട്, അതൊക്കെയാണ് ട്രൂ സൊല്യൂഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റ് ഇൻ മിൽക്ക് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എമൽഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മൈക്രോ ഓർഗാനിസം ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് മിൽക്ക് സ്പോയിലേജ്? സോറി, സ്യൂഡോമോണസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്യൂഡോമോണസ്. ബാക്കി സ്ട്രെപ്റ്റോകോക്കസ്, ലാക്ടോബാസിലസ് ആൻഡ് ലൂക്കണോസ്റ്റോക്സ് അതെല്ലാം ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ് ആണ്. മെയിൻലി നമ്മൾ ഫെർമെന്റേഷൻ യൂസ് ചെയ്യുന്ന യൂസ്ഫുൾ ബാക്ടീരിയ ആണ്. Pseudomonas is the bacteria which is associated with milk spoilage, usually under low temperature. Low temperature ലാണ് കൂടുതൽ സ്യൂഡോമോണസിന്റെ ആക്ഷൻ വരുന്നത്. They are സൈക്ലോട്രോഫിക് ഓർഗാനിസംസ് ആണ് സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് മിൽക്കിൽ ഡിഫറെന്റ് കളേഴ്സ് സ്യൂഡോമോണസ് കോസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടിയേസസ് ആൻഡ് ലിപ്പേസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്യൂഡോമോണസ് സ്പീഷീസ് ആണ്. ആൻഡ് ദെയർ ലിപ്പേസസ് ആൻഡ് പ്രോട്ടിയേസസ് ആർ ഹൈലി സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെയാണ് അവർ സ്പോയിലേജ് വരുത്താനുള്ള കാരണം. അപ്പൊ ബാക്കി 3 ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്ട്രെപ്റ്റോകോക്കസ്, ലാക്ടോബാസിലസ് ആൻഡ് ലൂക്കണോസ്റ്റോക്ക് ആർ lactic acid bacteria, and the only bacteria among the option is Pseudomonas, which cause milk spoilage. Next question. Which fatty acids are significant in milk fat? Hello? ബി. Option B ആണ്. പാൽമിറ്റിക്, മെരിസ്റ്റിക് അല്ല. അതെല്ലാം വേറെ വെജിറ്റബിൾ ഓയിൽസിൽ വരുന്നതാണ്. ഇപ്പൊ ലൗറിക് ആണെങ്കിൽ കൂടുതലും കോക്കനട്ട് ഓയിലിൽ വരുന്നതാണ്. പാൽമിറ്റിക് എന്ന് പറയുമ്പോൾ പാം ഓയിൽ ആണ്. ഒലീക് ആൻഡ് സ്റ്റീറിക് ആസിഡ് അല്ലാതെ കുറച്ചും കൂടി വേറെ ഫുഡ് ഐറ്റംസിലൊക്കെ വരുന്നതാണ്. ഒലിവ് ഓയിൽ അങ്ങനത്തെ ഇതിലൊക്കെ വരുന്നതാണ്. ബി ആണ് നമ്മുടെ മിൽക്ക് ഫാറ്റില്. ഇതില് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിഗ്നിഫിക്കന്റ് ഫാറ്റി ആസിഡ് ലിനോലിക് ആൻഡ് അർക്കിഡോണിക് ആസിഡ് ആണ്. ഇനി വേറെ ഏതെങ്കിലും ഇപ്പൊ നെയിം എ പർട്ടിക്കുലർ fatty acid which attributes to the flavor of milk. മിൽക്കിന് ഫ്ലേവർ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഫാറ്റി ആസിഡ് എന്താന്ന് ചോദിച്ചാൽ അത് ബ്യൂട്രിക് ആസിഡ് ആണ്. ബ്യൂട്രിക് ആസിഡ് ഇസ് ദ വൺ ഓഫ് ദ ഫാറ്റി ആസിഡ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്ലേവർ ഓഫ് മിൽക്ക്. ഇപ്പോൾ ബ്യൂട്രിക് ആസിഡ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാറ്റി ആസിഡ് വിച്ച് ഈസ് എക്സ്ക്ലൂസീവ്ലി മിൽക്കിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ മിൽക്ക് ഫാറ്റിന് മാത്രം പെക്യുലർ ആയിട്ടുള്ള ഒരെണ്ണത്തിന്റെ പേര് ചോദിച്ചാൽ അത് ബ്യൂട്രിക് ആസിഡ് ആണ്. അല്ലാതെ ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ലിനോലിക് ആൻഡ് അർക്കിഡോണിക് ആസിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ലാക്ടോസ് ഡൈജഷൻ ഈസ് ലാക്ടേസ്. ലാക്ടോസ് ഡൈജഷൻ ആണ് ക്വസ്റ്റ്യൻ. ലാക്ടോസ് ഡൈജഷന് ലാക്ടേസ് ആണ് അല്ലെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ് ചോദിച്ചാലും കറക്റ്റ് ആണ്. ലാക്ടേസ് ആണ് ആൻസർ. അമൈലേസ് ഈസ് ഫോർ സ്റ്റാർച്ച് ഡൈജഷൻ ആണ്. മറക്കരുത്, അമൈലേസ് സ്റ്റാർച്ചിന്റെ ഡൈജഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ആണ്, ലാക്ടോസിന്റെ അല്ല. ദെൻ ലിപ്പേസ് ഈസ് ഫോർ ഫാറ്റ് ആൻഡ് പ്രോട്ടീസ് ഈസ് ഫോർ പ്രോട്ടീൻ. Then the thermoduric bacteria in milk can survive low pH, low temperatures, pasteurization temperature and UV radiation. Pasteurization temperature. Correct ആണ്. thermoduric bacteria in milk can survive pasteurization temperature ആണ് അത്. This particularly thermoduric bacteria മാത്രം സ്പെഷ്യാലിറ്റി ആണ്. They can survive the pasteurization temperatures. Then what is the recommended temperature for milk storage to prevent microbial growth? Below 10 Below 10 degrees Celsius.
യൂഷ്വലി 4 ഡിഗ്രി 4 degree Celsius. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ. കാരണം സൈക്ലോട്രോഫിക് ബാക്ടീരിയക്ക് ഈവൻ 5 to 6 ഡിഗ്രി സെൽഷ്യസിൽ വരെ ഗ്രോത്ത് കാണിക്കാം. അതുകൊണ്ട് എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസ് ബിലോ ആണ് നമ്മൾ മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ, ബിലോ 4 ഡിഗ്രി സെൽഷ്യസ്. Next question, which traditional product is made by fermenting milk with lactic acid bacteria? Dahi. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൽ പനീർ ഹീറ്റ് ആസിഡ് കോയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. യൂഷ്വലി വി വിൽ യൂസ് സിട്രിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്ത് ഹീറ്റ് ആസിഡ് കോയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആണ് പനീർ. കോവ എന്ന് പറയുന്ന ഹീറ്റ് ഡെസിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആണ്, മിൽക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഗീ എന്ന് പറയുമ്പോൾ മിൽക്ക് ഫാറ്റ്, ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ആണ് ഗീ, അത് ഫാറ്റ് റിച്ച് പ്രൊഡക്റ്റ് ആണ്. ഫെർമെന്റിംഗ് മിൽക്ക് വിത്ത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഇസ് ദഹി. Which product is prepared by evaporating milk to 65 to 70% of its original volume? കോവയല്ല. കോവ ആക്ച്വലി അതൊരു ഡെസിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ ഇവോപ്പറേറ്റിംഗ് മിൽക്ക് ടു 65 to 70% ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം എന്ന് പറയുന്നത് ബാസുന്തിയാണ് ആൻസർ വരുന്നത്. കോവ ഒരു ഡെസിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ റാബ്രി, ഇതിലിപ്പോ ബാസുന്തി ഇല്ല, റാബ്രി ആണെങ്കിലും, പക്ഷെ റാബ്രിക്ക് 65 to 70% അത്രയും നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്യുന്നില്ല. റാബ്രിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ വി വിൽ ആഡ് ക്ലോട്ടഡ് ക്രീം ഫ്ലേക്സ് ആയിട്ട് ആഡ് ചെയ്യുന്ന, അതാണ് റാബ്രിയുടെ. കോവ എപ്പോഴും ഡെസിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. അത് അങ്ങനെ തന്നെ ഇത്രയും, അല്ലെങ്കിൽ ദിസ് ഇസ് മെയിൻലി ഫോർ ബാസുന്തി, ഖീർ, അങ്ങനത്തെ ഇവോപ്പറേറ്റഡ് മിൽക്ക് പ്രൊഡക്ട്സിൽ വരുന്നതാണ് 65 to 70% ഓഫ് ഒറിജിനൽ വോളിയം. ബാസുന്തി ആണ് റൈറ്റ് ആൻസർ. ബാസുന്തി സംവാട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ഖീർ ആണ്. അതിൽ 65 to 70% നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് സാഫ്രോൺ അല്ലെങ്കിൽ അതർ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് ഓൾമോസ്റ്റ് പായസം പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഡയറി പ്രൊഡക്റ്റ് ആണ് ബാസുന്തി. ചന്ന അത് അഗെയിൻ ഹീറ്റ് ആസിഡ് കോയാഗുലേറ്റഡ് പ്രൊഡക്റ്റിൽ വരുന്നതാണ്. Then which dairy product has highest fat content? Ghee already അറിയാം. ghee fat rich product ആണ്. 99.5% ghee ഫാറ്റ് തന്നെയാണ്. അതുകൊണ്ട് highest fat content ghee-ലായിരിക്കും. Then the key step in making ghee is? Clarification. Correct. Clarification ആണ് ആൻസർ വരുന്നത്. ക്ലാരിഫിക്കേഷൻ ഓഫ് ബട്ടർ ഫാറ്റ്. ക്ലാരിഫിക്കേഷന്റെ ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ പറയുന്നത്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗീയില് ക്ലാരിഫിക്കേഷന്റെ ടെമ്പറേച്ചർ വരുന്നത്. ക്ലാരിഫിക്കേഷന്റെ ടെമ്പറേച്ചർ ഒന്ന് ഓർത്ത് വെക്കണം. ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി റിലേറ്റഡ് ടു എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ ഗീ. ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ആണ് ഗീ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ മോയ്സ്ചർ കണ്ടന്റ് ഇൻ കോവ? 30 to 45. കറക്റ്റ്. 40 to 45% ആണ് കോവയുടെ മോയ്സ്ചർ കണ്ടന്റ് വരുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FSSAI സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുക. 40 to 45% അല്ല. സപ്പോസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോവ നമ്മൾ പറയുന്നത് ദാബ്, ധനേദാർ, പിണ്ടി വെറൈറ്റീസ്, അങ്ങനെ സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ BIS സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് പറയാം. ജസ്റ്റ് കോവ മാത്രമാണെങ്കിൽ അതിന്റെ ടിപ്പിക്കൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 40 to 45% ആണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് അഡൾട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് റിയേജന്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സ്റ്റാർച്ച് ഇൻ മിൽക്ക്? അയഡിൻ സൊല്യൂഷൻ ആണ്. ഫെല്ലിംഗ് സൊല്യൂഷൻ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബെനഡിക് സൊല്യൂഷൻ ഗ്ലൂക്കോസിനാണ്. അപ്പം എന്താണ് റിയേജന്റ്? ഓരോ അഡൾട്രന്റും അല്ലെങ്കിൽ ഓരോ കെമിക്കലും എന്ത് കെമിക്കൽ എന്ത് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു അത് നമുക്ക് ഓർമ്മയുണ്ടാവണം. റിയേജന്റ് യൂസ് ചെയ്യുന്നത്, കളർ ചേഞ്ച്, ഈ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി നമ്മൾ അഡൾട്രന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ വരുന്നത്. നെയിം ഓഫ് ദ റിയേജന്റ് യൂസ്ഡ്, നെയിം ഓഫ് ദ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ആൻഡ് വാട്ട് ഈസ് ദ കളർ ചേഞ്ച് ഹാപ്പനിങ്. ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ അഡൾട്രൻസ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. Then which adulterant causes a blue-violet color when mixed with neutralizers in milk? ന്യൂട്രലൈസേഴ്സ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ. അപ്പം
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചാടിക്കേറി ഡിറ്റർജന്റ് അങ്ങനെ നോക്കരുത്. ക്വസ്റ്റ്യൻ വായിക്കണം. ചിലപ്പം ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട ആൻസറും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഫസ്റ്റ് തറവായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. Then next question is find out the wrong statement. The resorcinol test indicate the presence of cane sugar in milk. The Barford test give the glucose content in milk. In resorcinol test, a pink or brick red color indicates the presence of maltodextrin. Wrong statement ആണ് സെലക്ട് ചെയ്യേണ്ടത്. 3 ആണോ മാം? അതെ, ഓൺലി 3. അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം റെസോസിനോൾ ടെസ്റ്റ് കെയിൻ ഷുഗറിനെയാണ്, അതായത് നമ്മൾ സൂക്രോസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അതിന് മാൾട്ടോഡെക്സ്ട്രിൻ ആൻസർ ചെയ്യില്ല. അപ്പം പിങ്ക് ഓർ ബ്രിക്ക് റെഡ് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് മാൾട്ടോഡെക്സ്ട്രിൻ എന്നുള്ളത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ബാർഫോർഡ്സ് റിയേജന്റ് ഗ്ലൂക്കോസ് കണ്ടന്റ് ഡിറ്റക്ട് ചെയ്യാൻ, ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് റെസോസിനോൾ ടെസ്റ്റ് കെയിൻ ഷുഗർ ആണ്. ആ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ റെസോസിനോൾ മാൾട്ടോഡെക്സ്ട്രിൻ അല്ല, കെയിൻ ഷുഗർ ആണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും. Then what is used to detect formalin in milk? Sulfuric acid. കറക്റ്റ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് മാത്രമല്ല, നമ്മൾ വേറെ യൂസ് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ അതർ റിയേജന്റ് വരുന്നതാണ് HCl യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു റിയേജന്റ് ആണ് ഫെറിക് ക്ലോറൈഡ്. അപ്പം ഫോർമാലിന് നമ്മൾ മെയിൻ ആയിട്ട് 2 ടെസ്റ്റ് ആണ് പറയുന്നത്, ലീച്ച് ടെസ്റ്റ് ആൻഡ് ഹെന്നേഴ്സ് ടെസ്റ്റ്. അത് രണ്ടും നോക്കണം. ഏത് സൾഫ്യൂരിക്, ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഇതിൽ 2 ഓപ്ഷൻ തരാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് തന്നിട്ട് ബോത്ത് A and B അങ്ങനെയും ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ പർട്ടിക്കുലർലി ഹെന്നേഴ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ലീച്ച് ടെസ്റ്റ് എന്ന് എടുത്ത് ചോദിച്ചിട്ട് അതിന്റെ റിയേജന്റ് ചോദിക്കാം, ഐദർ സൾഫ്യൂരിക് ആസിഡ് ആണോ HCl ആണോ എന്ന്. അല്ലെങ്കിൽ ഇതിലിപ്പോ സൾഫ്യൂരിക് ആസിഡ് ഇല്ലാതെ ഫെറിക് ക്ലോറൈഡ് തരാം, അപ്പൊ ഫെറിക് ക്ലോറൈഡ് ആണ് ഉത്തരം. അപ്പൊ എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം. Then which reagent is used to detect urea in milk? DMAB. DMAB ആണ്, ഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്. ഈ DMAB റിയേജന്റ് ആണ് ഡിറ്റക്ട് യൂറിയ ഇൻ മിൽക്ക്. അതിന്റെ കളർ ചേഞ്ച് എന്തായിരുന്നു? നമ്മൾ ഡീപ്പ് ഡിസ്റ്റിന്റ് യെല്ലോ കളർ എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു സ്ലൈറ്റ് യെല്ലോ കളർ വന്നാൽ അത് നെഗറ്റീവ് ടെസ്റ്റ് ആണ്. നെഗറ്റീവ് ആണ്, കാരണം മിൽക്കിൽ ഓൾറെഡി യൂറിയ പ്രസന്റ് ആണ്. അപ്പൊ ഡിസ്റ്റിന്റ് യെല്ലോ കളർ ആണ്. നെസ്ലേസ് റിയേജന്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അമോണിയം കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കാനായിട്ടാണ് നെസ്ലേസ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. ഫർഫ്യൂരാൾ നമ്മൾ ബൗഡിൻസ് ടെസ്റ്റിൽ ബേസിക്കലി യൂസ് ടു ഡിറ്റക്ട് ദ അഡൾട്രേഷൻ ഓഫ് ഗീ വിത്ത് വനസ്പതിയിലാണ് നമ്മൾ ഫർഫ്യൂരാല് യൂസ് ചെയ്യുന്നത്. DMAB ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ദെൻ which adulterant in milk react with sulfuric acid and forms a blue or violet colored ring? Formalin. ഫോർമാലിൻ കറക്റ്റ് ആണ്. ഈ കളേർഡ് റിങ്ങിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫോർമാലിന്റെ ടെസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അത് ജസ്റ്റ് തറവായിരിക്കണം. ഹെന്നർ ടെസ്റ്റും ലീച്ച് ടെസ്റ്റും മാറിപ്പോകരുത്. Then what were the common adulterants found in milk in urban areas according to 2012 FSSAI survey? Option A, water, detergent, urea and skim milk powder. Option B, water, antibiotics and sugar. Option C, detergent, urea, preservatives. And option D, water, starch and fat. A. And the correct answer, water, detergent, urea and skim milk powder ആയിരുന്നു 2012 സർവേയില് ഏറ്റവും കൂടുതൽ അഡൾട്രൻസ് ആയിട്ട് മിൽക്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ടർ ആയിരുന്നു മോസ്റ്റ് കോമൺ. ദെൻ ഡിറ്റർജന്റ് യൂഷ്വലി ആഡ് ചെയ്യുന്നത് മിൽക്കിന് ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ വരാനാണ്. ദെൻ യൂറിയ of course for increasing the protein content of milk, and SMP other SNF total solid ഒക്കെ increase ചെയ്യാൻ വേണ്ടിയിട്ടാണ് SMP ആഡ് ചെയ്യുന്നത്. These were the main adulterants found in milk during FSSAI survey 2012. Then next question, select the correct statement or statements about the detection of formaldehyde. Option 1, Henner test involves adding ferric chloride and sulfuric acid. Violet colored ring at the junction indicates the presence of formalin. Leach test is done using HCl and ferric chloride. Formation of green color during leach test indicates the presence of formalin. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? 1, 2 all of the above അല്ലേ? അല്ല,
All the above അല്ല. C ആണ്. C 1, ആണ്. 2, 3. Yes. 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ. ഹെന്ന ടെസ്റ്റില് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഫെറിക്ലോറൈഡ്. ഇതിൽ തെറ്റെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഗ്രീൻ കളർ ഡ്യൂറിങ് ലീച്ച് ടെസ്റ്റ് അല്ല. ഫോർമേഷൻ ഓഫ് എന്ത് കളറാണ് ലീച്ച് ടെസ്റ്റിൽ കളർ ചേഞ്ച് വരുന്നത്? ആരെങ്കിലും പറയൂ, ലീച്ച് ടെസ്റ്റിൽ കളർ ചേഞ്ച് ബ്ലൂ, ബ്രൗണിഷ് പിങ്ക് കളർ. യെസ്, ബ്രൗണിഷ് പിങ്ക് ആണ്. ബ്രൗണിഷ് കളർ അല്ലെങ്കിൽ ബ്രൗണിഷ് പിങ്ക് കളർ ആണ് ലീച്ച് ടെസ്റ്റില് കളർ ചേഞ്ച് വരുന്നത്. അപ്പം ഗ്രീൻ കളർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then the darker chloroform layer during the methylene blue test indicate answer. Presence of hydrogen peroxide ആണ് detergents. Yes, presence of detergents ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രസൻസ് ഓഫ് ഡിറ്റർജൻസ് ആണ്. ക്ലോറോഫോം ആൻഡ് മെത്തിലിൻ ബ്ലൂ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് പ്രസൻസ് ഓഫ് ഡിറ്റർജൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മള്. പിന്നെ വേറൊരു റിയേജന്റ് യൂസ് ചെയ്യുന്നത് ബ്രോമോക്രിസോൾ പർപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിയേജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അതർ ടെസ്റ്റ് റിയേജന്റ് യൂസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഡിറ്റർജൻസ്. ക്ലോറോഫോം ലെയർ ഡാർക്കർ ആയിട്ട് വരുന്ന ടെസ്റ്റ് മെത്തിലിൻ ബ്ലൂ ടെസ്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഡിറ്റക്ട്സ് ദ പ്രസൻസ് ഓഫ് detergent. The next question, which adulterant in milk can cause kidney damage due to its toxic effects? Urea. മെലാമൈൻ ആണ് മാം. മെലാമൈൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മെലാമൈൻ ആണ് ടോക്സിക് എഫക്ട്സ് കൊണ്ടുവരുന്നത്. യൂറിയ ഓഫ് കോഴ്സ് ഓവർ ഇൻടേക്ക് ഓഫ് യൂറിയ ക്യാൻ ഡാമേജ് കിഡ്നി, അതൊരു പാർട്ടാണ്. പക്ഷെ മെലാമൈൻ ആണ് ടോക്സിക് എഫക്ട്സിലേക്ക് കോസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഇല്ല, പക്ഷെ മെലാമൈൻ അഡൾട്രേഷൻ ഇൻ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് ചൈനയിലൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെലാമൈൻ ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ടോക്സിക് അഡൾട്രന്റ് ഇൻ മിൽക്ക്. അത് ഫോർമാൽഡിഹൈഡ് പോലെ തന്നെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു അഡൾട്രന്റ് ആണ് മെലാമൈൻ. Then which of the following is a confirmatory test for added salt in milk? Silver nitrate test. കറക്റ്റ് ആണ്. സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് ആണ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ സാൾട്ട്. സിൽവർ നൈട്രേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും നമ്മൾ ആഡ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഹൻസ ടെസ്റ്റ് എന്ന് പറയുന്നത് കൗ ആൻഡ് ബഫല്ലോ മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സിംഗ് ഓഫ് കൗ ആൻഡ് ബഫല്ലോ മിൽക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഹൻസ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫോം ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ മിൽക്ക് ഷേക്ക് ചെയ്ത് നോക്കുക. ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എടുത്ത് ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫോമിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് it is adulterated with the detergents. അപ്പൊ ഡിറ്റർജന്റിനുള്ള വൺ ഓഫ് ദ അതർ ടെസ്റ്റ് ആണ് ഫോം ടെസ്റ്റ്. ഹൻസ ടെസ്റ്റില് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് റിയേജന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി സെറം യൂസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്താൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മിൽക്ക് ഈസ് മിക്സ് ഓഫ് കൗ ആൻഡ് ബഫല്ലോ മിൽക്ക്. അതിനാണ് നമ്മൾ ഹൻസ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ വിച്ച് ഓർഗനൈസേഷൻ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദ ഡയറി ഇൻഡസ്ട്രി ഇൻ കേരള? KCMMF. കറക്റ്റ്, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അത് ജസ്റ്റ് ഒരു ജനറൽ നോളേജ് ഒരു രീതിയിൽ ഇട്ടെന്നേ ഉള്ളൂ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. KCMMF ആണ്. വാട്ട് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് മാർക്കറ്റഡ് ബൈ KCMMF? മിൽമ. Just which test is commonly conducted at Kerala's dairy checkpost to detect water adulteration in milk? ലാക്ടോമീറ്റർ ടെസ്റ്റ് ആണ്. ലാക്ടോമീറ്റർ ടെസ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രൻസ് ആണ്. ഫോർമാലിൻ, സ്റ്റാർച്ച്, യൂറിയ അതെല്ലാം ചെയ്യാറുണ്ട്. ബേസിക് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്ടോമീറ്റർ ടെസ്റ്റ് ആണ്. വാട്ട് ഇസ് ദ പ്രൈമറി റോൾ ഓഫ് ഡയറി ചെക്ക് പോസ്റ്റ് ഇൻ കേരള? To test correct, to test the quality of milk entering the state. വേറെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മനസ്സിലാവും. പ്രൊമോട്ട് ഡയറി ഫാമിംഗ് അല്ല, ടു ഡിസ്ട്രിബ്യൂട്ട് ഡയറി പ്രൊഡക്ട്സ് അല്ല, ടു റെഗുലേറ്റ് ദ പ്രൈസ് ഓഫ് മിൽക്കും അല്ല. ബേസിക്കലി ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് എന്ററിംഗ് ദ സ്റ്റേറ്റ് ആണ് നമ്മുടെ പ്രൈമറി റോൾ ഓഫ് ഡയറി ചെക്ക് പോസ്റ്റ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ജെൽഡാൽ ടെസ്റ്റ്? എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻ. കറക്റ്റ്, പ്രോട്ടീൻ ആണ്. എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് ജെൽഡാൽ.
ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മൾ ബ്യൂട്ടറോമീറ്റർ റീഡിങ്, പിന്നെ ഫാറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സോക്സ്ലിറ്റ്, റോസ് ഗോട്ട്ലിബ് മെത്തേഡ് ഉണ്ട്. അതൊക്കെയാണ് ഫാറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അഡൾട്രൻസ് നമുക്ക് ഡിഫറെന്റ് ടെസ്റ്റ് ഉണ്ട്. ഡിറ്റക്ഷൻ ഓഫ് മിൽക്ക് ടർബിഡിറ്റി എന്ന് പറയുന്നത് ടർബിഡിറ്റി ടെസ്റ്റ് ബേസിക്കലി സ്റ്റെറിലൈസേഷന്റെ ഇതിനാണ്. സ്റ്റെറിലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് മിൽക്ക് ടർബിഡിറ്റിയുടെ ടെസ്റ്റ്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് റിലേറ്റഡ് ടു ക്ലീനിങ് ആൻഡ് സാനിറ്റൈസേഷൻ ഓഫ് ഡയറി എക്യുപ്മെന്റ്സ് എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൽക്കലീസ് ലൈക്ക് NaOH saponify fat. Second, weak alkalis are ineffective in dissolving the proteins. Third, concentration of nitric acid should not be more than 1% for stainless steel surfaces. Tartaric acid and citric acid are strong acid used for milk stone removal. Find out the correct statements. 1 and 3. 1 and 3. correct. 1 and 3 ആണ് കറക്റ്റ് ഓപ്ഷൻ. ആൽക്കലി ആണ്, അതായത് ആൽക്കലി കോസ്റ്റിക് NaOH ആണ് നമ്മൾ യൂഷ്വലി ഫാറ്റ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അത് കറക്റ്റ് ആണ്. വീക്ക് ആൽക്കലീസ് ആർ ഇൻഇഫക്റ്റീവ് ഇൻ ഡിസോൾവിംഗ് പ്രോട്ടീൻസ് അല്ല, വീക്ക് ആൽക്കലീസ് ആർ എഫക്റ്റീവ് ഇൻ ഡിസോൾവിംഗ് പ്രോട്ടീൻസ് ആണ്. കാരണം നമ്മൾ ആകെ 0.5 to 1% അല്ലെങ്കിൽ മാക്സിമം 1.5% ആൽക്കലീസ് ഒക്കെ ഡയറി ഇൻഡസ്ട്രിയിൽ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ദേ ക്യാൻ റിമൂവ് ദ പ്രോട്ടീൻ. സോ വീക്ക് ആൽക്കലീസ് ആർ ഇൻഇഫക്റ്റീവ് എന്ന് പറയുന്നത് അല്ല. വീക്ക് ആൽക്കലീസ് യൂസ് ചെയ്താലും നമുക്ക് പ്രോട്ടീൻസിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 1%. അത് കറക്റ്റ് ആണ്. മോർ ദാൻ 1% ആയ ഇറ്റ് ക്യാൻ കോസ് കൊറോഷൻ ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫേസസ്. ടാർട്ടാറിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഫുഡ് ഗ്രേഡ് ആസിഡ്സ് ആണ്, വിച്ച് ഈസ് യൂഷ്വലി യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡയറി പ്രൊഡക്ട്സ് ആണ്. അത് ക്ലീനിങ്ങിനല്ല യൂസ് ചെയ്യുന്നത്. അത് പിന്നെ അത് സ്ട്രോങ് ആസിഡ്സും അല്ല. സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത് എന്താ? HCl, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അതൊക്കെയാണ് നമ്മൾ സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത്. ടാർട്ടാറിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് 1 and 3 ആണ്. What is a common chemical used in dairy sanitizer? സാനിറ്റൈസറിൽ യൂസ് ചെയ്യുന്ന one of the common chemical ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലോറിൻ കോമ്പൗണ്ട്സ്, അസറ്റിക് ആസിഡ്, NaOH, നൈട്രിക് ആസിഡ്. Chlorine compounds. ഡയറി സാനിറ്റൈസറിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലോറിൻ കോമ്പൗണ്ട്സ് ആണ്. പിന്നെ അയഡിൻ സൊല്യൂഷൻ, അയഡോഫോർ ഒക്കെ വരുമ്പോൾ അയഡിൻ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അയഡിൻ കോമ്പൗണ്ട്സ്. അതാണ് അയഡോഫോറിലൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ക്ലോറിൻ കോമ്പൗണ്ട്സ്, ക്വാട്ടേണറി അമോണിയ കോമ്പൗണ്ട്സ് ഒക്കെയാണ് കൂടുതൽ സാനിറ്റൈസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ് ഇൻ സാനിറ്റേഷൻ? They act as surfactants, reducing the surface tension. They form insoluble salt with metal ions. They are effective against both gram-positive and gram-negative bacteria. They enhance the milk flavor. Option A. നമ്മൾ ബേസിക് ഏതാ? C ആണ്. സി ആണ്. നമ്മൾ സാനിറ്റേഷനിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം സാനിറ്റൈസേഷനിൽ എങ്ങനെയാണ് ക്വാട്ടേണറി അമോണിയ കോമ്പൗണ്ട്സ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ആർ ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ദെൻ വാട്ട് ഈസ് ദ കോമൺ കോസ് ഓഫ് സീമി ടെക്സ്ചർ ഇൻ ചീസ്? Seamy texture is a defect in cheese. And what is the common cause? Option A, incorrect addition of salt. Option B, high temperature during curing. C, excessive paraffin thickness. And D, contamination with microorganisms. High temperature during curing. അല്ല, Excessive paraffin thickness ആണ്. സി അല്ല. Incorrect addition of salt. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സീമി ടെക്സ്ചർ ഫോം ചെയ്യുന്നത് ഇൻകറക്റ്റ് അഡീഷൻ ഓഫ് സോൾട്ട് ആണ്. എക്സസീവ് പാരാഫിൻ തിക്നെസ് എന്ന് പറയുമ്പോൾ അത് സർഫസ് ക്രാക്ക് ഒക്കെയാണ് വരുന്നത്. സർഫസ് ഈ പാരാഫിൻ തിക്നെസ് ബേസിക്കലി വരുന്നത് അതിന്റെ സർഫസ് ഡ്രൈ ആവുക, അല്ലെങ്കിൽ ഇനി ലെസർ പാരാഫിൻ തിക്നെസ് ആണെങ്കിൽ ക്രാക്സ് ഓൺ സർഫസ് ഒക്കെയാണ് വരിക. ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിങ് ക്യൂറിങ് ബേസിക്കലി മോയ്സ്ചർ ലോസ് അല്ലെങ്കിൽ ലിപ്പേസ് ആക്ടിവിറ്റി, പ്രോട്ടീലൈസിസ് ആക്ടിവിറ്റി അതൊക്കെ ഇൻക്രീസ് ചെയ്യുക, ഫെർമെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. കണ്ടാമിനേഷൻ വിത്ത് മൈക്രോ ഓർഗാനിസംസ് വരുമ്പോൾ ഹോൾസ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ മൈക്രോ പ്രോട്ടിയോലൈസിസ്, ലിപ്പോലൈസിസ് ഒക്കെ റാൻസിഡ് ഫ്ലേവർ കോസ് ചെയ്യാം. പ്രോട്ടിയോലൈറ്റിക് ആക്ഷൻ വെച്ചിട്ട്
അങ്ങനെ ഫെർമെന്റേഷൻ സംഭവിക്കാം. അതൊക്കെയാണ് കണ്ടാമിനേഷൻ വിത്ത് മൈക്രോ ഓർഗാനിസംസ് വരുന്നത്. സീമി ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഇൻകറക്റ്റ് അഡീഷൻ ഓഫ് സാൾട്ട് കൊണ്ട് വരുന്നതാണ്. സാൾട്ട് പ്രോപ്പറായിട്ട് കറക്റ്റ് പെർസെൻറ്റേജിൽ ആഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇൻപ്രോപ്പർ മിക്സിങ് സംഭവിക്കുക, അപ്പോഴൊക്കെയാണ് സീമി ടെക്സ്ചർ ഇൻ ചീസ് വരിക. അത് ബേസിക്കലി ഡ്യൂ ടു ദ ഇൻകറക്റ്റ് അഡീഷൻ ഓഫ് സാൾട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഡിഫക്ട് ഒക്കറിംഗ് ഇൻ ചീസ് ഡ്യൂ ടു കണ്ടാമിനേഷൻ വിത്ത് ഈസ്റ്റ്. Pinholes. പിൻഹോൾസ് അല്ല, കണ്ടാമിനേഷൻ വിത്ത് Fish eyes. ഈസ്റ്റ്. ഓപ്ഷൻ ബി ആണ്, ഫിഷ് ഐസ് ആണ്. ഫിഷ് ഐസ് ആണ് വരുന്നത്. സ്വിസ് ഹോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, സ്വിസ് ചീസിൽ വരുന്നതാണ്. മെക്കാനിക്കൽ ഹോൾസ് കോസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഇൻപ്രോപ്പർ പ്രസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപ്രോപ്പർ കട്ടിങ്, നമ്മുടെ മെക്കാനിക്കൽ നമ്മൾ ആ പ്രൊഡക്ഷൻ ഓഫ് ചീസിന്റെ സമയത്ത് ഇൻകറക്റ്റ് ചെഡാറിങ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അതിനെ പ്രസ് ചെയ്ത് വെക്കാതിരിക്കുക, പ്രസ്സിങ്ങിലുള്ള ഡിഫക്ട്, ഹൂപ്പിങ്ങിലുള്ള ഡിഫക്ട്സിലൊക്കെയാണ് മെക്കാനിക്കൽ ഹോൾസ് വരെ. പിൻ ഹോൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോളിഫോം കണ്ടാമിനേഷൻ ഒക്കെ വരുമ്പോഴാണ്. ഈസ്റ്റ് കൊണ്ടുള്ള കണ്ടാമിനേഷനിൽ വരുന്ന ഡിഫക്റ്റ് ആണ് ഫിഷ് ഐസ്. ഫിഷ് ഐസ് അല്ലെങ്കിൽ ഈസ്റ്റി ഐസ് എന്നൊക്കെ പറയും. ഫിഷ് ഐസ് ആണ് കോമൺ നെയിം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? കോളിഫോം കണ്ടാമിനേഷൻ ഒക്കെ വരുമ്പോ വരാം. കോളിഫോം കണ്ടാമിനേഷനിലൊക്കെയാണ് ഫിൻ ഹോൾസ് വരാം. ഈസ്റ്റ് കണ്ടാമിനേഷൻ ബേസിക്കലി ഫിഷ് ഐസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ടൈപ്പ് ഓഫ് എമൽഷൻ ഇൻ മിൽക്ക്? മിൽക്ക് എന്ത് ടൈപ്പ് എമൽഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. Oil in water. കറക്റ്റ്, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആണ് മിൽക്ക് വരുന്നത്. ഫാറ്റ് ഇൻ പ്രോട്ടീൻ, ലാക്ടോസ് ഇൻ വാട്ടർ അതൊന്നും അല്ല. എമൽഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി 2 ടൈപ്സ് ഓഫ് എമൽഷൻ ആണ്, ഐദർ വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ഓർ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ. ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ് അതൊന്നും അതില് വരുന്നതല്ല. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കസീൻ ടു വേ പ്രോട്ടീൻ ഇൻ കൗ മിൽക്ക്? 50:40. എത്ര? കൗ മിൽക്കിൽ 80:20. ഓപ്ഷൻ ബി ആണ്, 80:20 ആണ് കൗ മിൽക്കിൽ കസീൻ ടു വേ പ്രോട്ടീന്റെ റേഷ്യോ. 60:40 ഈസ് ഇൻ ഹ്യൂമൻ മിൽക്ക്. അത് തെറ്റിക്കരുത്. കസീൻ ടു വേ പ്രോട്ടീൻ 80:20 ആണ്. 60:40 എന്ന് പറയുന്നത് ഹ്യൂമൻ മിൽക്കിന്റെ റേഷ്യോ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫോസ്ഫോലിപ്പിഡ് ഇൻ മിൽക്ക്? കറക്റ്റ്, ലെസിത്തിൻ ആണ് കീ ഫോസ്ഫോലിപ്പിഡ് ഇൻ മിൽക്ക് വരുന്നത്. വാട്ട് ഈസ് ദ കലോറിക് കണ്ടന്റ് ഓഫ് ലാക്ടോസ് ഇൻ മിൽക്ക്? 9.4. ഓപ്ഷൻ ബി 4.1 കാലറി പെർ ഗ്രാം. 9 കാലറി വരുന്നത് ഫാറ്റിനാണ്. ഫാറ്റിന്റെ കലോറി ഫാറ്റ് ആണ് 9.3 കാലറി പെർ ഗ്രാം കറസ്പോണ്ട്സ് ടു ഫാറ്റ്. 4.1 ഫോർ ലാക്ടോസ് ആൻഡ് പ്രോട്ടീൻ സെയിം ആണ്, 4.1 കാലറി പെർ ഗ്രാം ആണ്. തെറ്റിക്കരുത്. ഏറ്റവും ഹയസ്റ്റ് കാലറി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ചോദിച്ച ഫാറ്റ് എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ്, വിച്ച് വൈറ്റമിൻ ഈസ് കൺവേർട്ടഡ് ഫ്രം കരോട്ടിൻ ഇൻ ബഫല്ലോ മിൽക്ക്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വൈറ്റമിൻ എ ആണ് അതിന്റെ ആൻസർ. അതുകൊണ്ടാണ് ബഫല്ലോ മിൽക്ക് വൈറ്റിഷ് കളർ ആയിട്ട് ഇരിക്കുന്നത്. സിൻസ് ദ കരോട്ടിൻ ഇൻ ബഫല്ലോ മിൽക്ക് ഈസ് കൺവേർട്ടഡ് ടു വൈറ്റമിൻ എ. Then comes, what is the effect of high humidity on cheese ripening? Cheese ripeningന്റെ സമയത്ത് ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ടായാൽ വിച്ച് ഡിഫക്ട് ആണ് വരുന്നത്? സി ആണ് കറക്റ്റ്. ഹൈ ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും ആൻഡ് ഇറ്റ് ലീഡ്സ് ടു മോൾഡ് ഗ്രോത്ത് ആൻഡ് സർഫസ് ബാക്ടീരിയൽ ടേൺസ്. ഹ്യൂമിഡിറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ മോൾഡ് ഗ്രോത്ത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. Then what is sterilization increases the loss of which vitamins most? C ആണ്, thiamine and C. Thiamine and ascorbic acid. Usually B vitamins ആണ്, B and C vitamins ആണ് എപ്പോഴും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻസ്. എ അല്ലെങ്കിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ് കമ്പാരിറ്റീവ്ലി. വൈറ്റമിൻ എ ഡിക്കൊന്നും മച്ച് എഫക്ട് വരുന്നില്ല സ്റ്റെറിലൈസേഷൻ, ഈവൻ ദോ there is a decrease in കണ്ടന്റ് ഡിക്രീസ് ആവുന്നുണ്ടെങ്കിലും അവർക്കൊരു വലിയൊരു എഫക്ട് വരുന്നില്ല. പക്ഷെ വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ലൈക്ക് ബി ഗ്രൂപ്പ് ആൻഡ് സി ആർ ഹൈലി സെൻസിറ്റീവ്. വൈറ്റമിൻ സി ഇല്ലല്ലോ മിസ് മിൽക്കില്. എന്താ? മിൽക്കിൽ വൈറ്റമിൻ സി ഇല്ല. ജസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ വന്നാൽ അസ്കോർബിക് ആസിഡ്. മിൽക്കിൽ വൈറ്റമിൻ സി ഇല്ല. വൈറ്റമിൻ സി ആൻഡ് അയൺ ഡെഫിഷ്യന്റ് ആണ് മിൽക്ക്.
സപ്പോസ് വേറൊരു ആൻസർ വന്നാലും നമുക്ക് അങ്ങനെ എഴുതാം. ബേസിക്കലി ഞാൻ ഒരു ഓവറോൾ വ്യൂ പറഞ്ഞതേ ഉള്ളൂ. ബി ആൻഡ് സി വൈറ്റമിൻസ് ആണ് കൂടുതൽ സെൻസിറ്റീവ് ടു ഹീറ്റ് പ്രോസസ്. മാം പിന്നെ വൈറ്റമിൻ സി ചെറിയ ലെവലിൽ ഉണ്ടെന്ന് ഇതിനു മുമ്പ് ആദ്യം എടുത്ത സാറ് പറഞ്ഞിരുന്നു. വൈറ്റമിൻ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിലായിരുന്നു. മൈന്യൂട്ട് പറയത്തക്ക ഇല്ല എന്ന്. തീരെ ഇല്ല എന്നല്ല. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഡെഫിഷ്യന്റ് എന്ന് ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ കമ്പാരിറ്റീവ്ലി ബാക്കി വൈറ്റമിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വൈറ്റമിൻ സിയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ഒരിക്കലും നമ്മൾ പറയില്ല മിൽക്ക് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ സി, അങ്ങനെ പറയില്ല. ബട്ട് ദർ ഈസ് എ മൈന്യൂട്ട് പ്രസൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളോട് തീരെ ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയല്ല. പക്ഷെ നമ്മളത് ആ സ്റ്റേറ്റ്മെന്റ്സ് നോക്കി അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്താണോ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ആൻസർ ചെയ്യണം. തീരെ 100% ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ ഹയർ pH ഇൻ ഫ്രഷ് മിൽക്ക് ഇൻഡിക്കേറ്റ്? ഹയർ pH ഇൻ ഫ്രഷ് മിൽക്ക്, കറക്റ്റ്, മാസ്റ്റൈറ്റിസ് ആണ് ആൻസർ. ഹയർ ഫാറ്റ് കണ്ടന്റ്, ഇംപ്രൂവ്ഡ് ഫ്ലേവർ, അതൊന്നും അല്ല. മാസ്റ്റൈറ്റിസിന്റെ സമയത്താണ് നമ്മൾ ആൽക്കലൈൻ pHലേക്ക് മിൽക്ക് പോകുന്നത്. അപ്പോൾ ഹയർ pH എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ pH ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫ്രഷ് മിൽക്ക് മാസ്റ്റൈറ്റിസ് എഫക്റ്റഡ് ആണ്, കാവുന്നതാണ്. Then what is the maximum allowable urea content in milk as per FSSAI standards? 600 ppm. 700 ppm ആണ്. Option C ആണ് ആൻസർ. As per FSSAI, permitted urea is maximum 700 ppm. Then which protein is unique to milk? Casein. Collagen, myosin ഒക്കെ human related ആണ്. Lactoglobulin is also there, but which is unique to milk എന്ന് ചോദിച്ചാൽ that is casein ആണ്. Then what is the FDA approved brand name of bovine somatotropin? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. Posilac ആണ് ആൻസർ. Which process removes bacteria using centrifugal force? Bacterifugation. ഫിൽട്രേഷൻ നമ്മൾ നോർമലി സീവ് അത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ക്ലാരിഫിക്കേഷൻ നമ്മൾ മിൽക്കിന്റെ കേസിൽ വരുമ്പോൾ ക്ലാരിഫിക്കേഷൻ എന്താ, ജസ്റ്റ് യൂസിങ് ക്ലാരിഫയർ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ബാക്ടീരിയനെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. അതർ മിൽക്ക് ഹെയർസ്, അതർ ഫോറിൻ ബോഡി, സൊമാറ്റിക് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ് ക്ലാരിഫിക്കേഷൻ പ്രോസസ്. ബാക്ടീരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബാക്ടീരിഫിക്കേഷനെ കോൾഡ് പാസ്ചറൈസേഷൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാതെ അതിലുള്ള ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൈ അപ്ലൈങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. വാട്ട് കോസസ് ദ സ്വീറ്റ് ടേസ്റ്റ് ഇൻ മിൽക്ക്? ലാക്ടോസ് ആണ്. മിനറൽസ് കോസ് ചെയ്യുന്നത് ഒരു സോൾട്ടി ടൈൻഡ് ആണ് കൊടുക്കുന്നത്. ബാക്കി എല്ലാത്തിനും ബാലൻസ് ചെയ്യുന്നതാണ് പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ. ബാക്കി ആ ടേസ്റ്റിനെ ബാലൻസ് ചെയ്യുന്നതാണ്. ബേസിക്കലി ആ സ്വീറ്റിഷ് നോട്ട് കൊടുക്കുന്നത് ലാക്ടോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് യൂഷ്വലി സ്വീറ്റ് ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then which is the test for inadequate pasteurization? Phosphatase test. Efficiency of pasteurization എന്ന് ചോദിച്ചാലും efficiency of pasteurization indication test എന്ന് ചോദിച്ചാലും phosphatase test ആണ്. Phosphatase ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ ആക്ടിവിറ്റി, വെദർ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് is active or inactive. Inactive ആയിരിക്കണം ആഫ്റ്റർ പാസ്ചറൈസേഷൻ. പാരാനൈട്രോഫ് ബാക്ടീരിയൽ ലോഡ്, ബാക്ടീരിയൽ എത്രത്തോളം ബാക്ടീരിയ സൗണ്ട് പോകുന്നുണ്ട് മിസ്സേ. milk and it should be rejected. Turbidity test is related to the sterilization. സ്റ്റെറിലൈസേഷന്റെ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടർബിഡിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. Then what is the primary indicator organism for pasteurization? Coxiella burnetii. Primary indicator organism for pasteurization. Hello. Coxiella burnetii. Coxiella burnetii ആണ് കറക്റ്റ് ആൻസർ. ചിലപ്പോ ഇതിലിപ്പോ ഞാൻ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസും ഓപ്ഷനിൽ വരാം. അങ്ങനെ വന്നാലും കോക്സിയല്ല ബർണറ്റി ആണ്. ആസ് പെർ ന്യൂ FSSAI സ്റ്റാൻഡേർഡ്സ് പ്രകാരം കോക്സിയല്ല ബർണറ്റി ആണ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഫോർ പാസ്ചറൈസേഷൻ.
Which of the following is a major constituent of milk? Lactose. 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 Yes. Correct. മിൽക്കിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ മേജർ ആൻഡ് മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർ കോൺസ്റ്റിറ്റ്യുവൻസിൽ വരുന്നതാണ് ലാക്ടോസ്, ഫാറ്റ്, പ്രോട്ടീൻസ്, വാട്ടർ. ഇതൊക്കെയാണ് മേജർ കോൺസ്റ്റിറ്റ്യുവൻസ്. മൈനറിൽ വരുന്നതാണ് പിഗ്മെന്റ്സ്, എൻസൈം, വൈറ്റമിൻസ്, ഫോസ്ഫോലിപ്പിഡ്, മിനറൽസ് അതെല്ലാം. അപ്പം മേജർ ആൻഡ് മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് ജസ്റ്റ് ഒരു ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അല്ലാതെ തന്നെ അറിയാം, ആൻസർ കാണുമ്പോഴേ അറിയാം. വാട്ട് ഇസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് UHT ട്രീറ്റഡ് മിൽക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ? 15 days. 30 days. എത്ര? 30 days. 15 days. 15 days ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആസ് പെർ FSSAI പ്രകാരം നമ്മൾ FSSAIയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേയ്സ് ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം ഷെൽഫ് ലൈഫ് ഓഫ് 15 days എന്നാണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് 60 days, 90 days, 6 months ഒക്കെ UHT ട്രീറ്റഡ് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ FSSAI സ്റ്റാൻഡേർഡ്സ് വെച്ച് ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അത് 15 days ആണ്. UHT ട്രീറ്റഡ് മിൽക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ ഷുഡ് ഹാവ് എ മിനിമം ഷെൽഫ് ലൈഫ് ഓഫ് 15 days. ഓപ്ഷൻ ബി ആണ്. വിച്ച് കമ്പോണന്റ് കോൺട്രിബ്യൂട്ട്സ് മോസ്റ്റ് ടു മിൽക്സ് കലോറിഫിക് വാല്യൂ? മിൽക്കിന്റെ കലോറിഫിക് വാല്യൂവിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന കമ്പോണന്റ്? പ്രോട്ടീൻ, ലാക്ടോസ്? Fat. ഓപ്ഷൻ Fat. ഫാറ്റ് ആണ്. കറക്റ്റ്. സി ഓപ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫാറ്റിന് 9.3 calorie per gram ആണ്. പ്രോട്ടീൻ ആൻഡ് ലാക്ടോസ് സെയിം ആണ്. അപ്പോൾ ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. പിന്നെ എന്താണ് മിൽക്കില്? കൗ മിൽക്കിന്റെ നമ്മൾ 75 calorie per gram ആണ് പറയുന്നത്. ബഫലോ മിൽക്കിന്റെ 100 calorie per gram. Then what is the specific gravity of protein in milk? 1.346. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1.346. 0.93 is the specific gravity of fat ആണ്. ബാക്കി 4.12 എന്ന് പറയുന്നത് നമ്മുടെ മിനറൽ സാൾട്ടിന്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നതാണ്. 1.346 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പ്രോട്ടീൻ ഇൻ മിൽക്ക്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റീസ് ഓഫ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഒന്ന് നോക്കി വെക്കണം. Then next question, which method combines filtration, separation and standardization? Dry processor method. Correct. Dry processor method ആണ്. 3 ഓപ്പറേഷനും കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. ഫിൽട്രേഷൻ, സെപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും വരാം. ഇൻ ഡ്രൈ പ്രോസസർ വിച്ച് ഓൾ മെത്തേഡ്സ് ആർ ക്യാരിഡ് ഔട്ട്? അപ്പോ 3 ഓപ്ഷൻസ് വരുന്ന അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഡ്രൈ പ്രോസസർ മെത്തേഡ് ആൻസർ വരുന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദ മിനിമം മിൽക്ക് ഫാറ്റ് റിക്വയർഡ് ഇൻ കോവ ആസ് പെർ FSSAI സ്റ്റാൻഡേർഡ്സ്? മിനിമം മിൽക്ക് ഫാറ്റ് 30. ഓപ്ഷൻ ബി ആണ്. 20% ആണ് മിനിമം മിൽക്ക് ഫാറ്റ് റിക്വയർഡ് ഇൻ കോവ ആസ് പെർ FSSAI സ്റ്റാൻഡേർഡ്സ്. Then which variety of kova is characterized by a circular ball of compact mass with a smooth texture? Dup. ഡാപ്പ് വെറൈറ്റി ആണ്. കുറച്ച് ഡാപ്പ് വെറൈറ്റി ആണ്. ബേസിക്കലി സർക്കുലർ ബോൾ ഓഫ് കോമ്പാക്ട് മാസ്. നമ്മൾ ഗ്രാനുലാർ ടെക്സ്ചറിലേക്ക് പോവുകയാണെങ്കിൽ അത് ധനേദാറാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വെറൈറ്റി ഓഫ് കോവ is used for the preparation of gulab jamun? ഡാപ്പ് വെറൈറ്റി ഓഫ് കോവയാണ് നമ്മള് ഗുലാബ് ജാമുന്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നത്. പിണ്ടി വെറൈറ്റി എന്തിന്റെ ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യുക? പേട, ബർഫി അതിനെല്ലാം യൂസ് ചെയ്യുന്നത്. ധനേദാറിന്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയായിരുന്നു? കലാകണ്ട്, മിൽക്ക് കേക്ക് അതൊക്കെയാണ്. അപ്പൊ എന്ത് പ്രൊഡക്റ്റിന് ഏത് കോവയിന്ന് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. വാട്ട് ഈസ് ദ പ്രിഫേർഡ് ഷെൽഫ് ലൈഫ് ഓഫ് കലാകന്ദ് അറ്റ് റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ? ഓപ്ഷൻ ബി ആണ്. 15 to 20 days ആണ് റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിൽ പറയുന്നത്. Which traditional dairy product is frozen in metallic cones using an ice salt mixture? Kulfi.
മനസ്സിലാക്കാം. ഇതിൽ ഫ്രോസൺ ആയിട്ട് വരുന്നത് ഓപ്ഷൻ കുൾഫി. കുൾഫിയാണ് ആൻസർ. ഫ്രോസൺ പ്രൊഡക്റ്റ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആകെ ഒരു ഫ്രോസൺ പ്രൊഡക്റ്റ് ഉള്ള കുൾഫിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മാക്സിമം പെർമിറ്റഡ് അസിഡിറ്റി ഓഫ് കോവ ആസ് പെർ FSSAI? ഓപ്ഷൻ ഡി 0.9. കണ്ടന്റാണ് കൂടുതൽ. അപ്പൊ അതിന് കമ്പാരിറ്റീവ് ബഫല്ലോ മിൽക്ക്. ആർക്കെങ്കിലും പറയാവോ? 1 kg. കറക്റ്റ്, 1 kg ആണ്. നമ്മളൊരു 25% ഓഫ് ഫീൽഡ് ആണ് ബഫല്ലോ മിൽക്കിന് യൂഷ്വലി പറയുന്നത്. 20 to 22% ആണ് കൗ മിൽക്കിന്റെ ഈൽഡ് പറയാ. കോവയ്ക്ക് 25% ഈൽഡ് ആണ് ബഫല്ലോ മിൽക്കിന് പറയുന്നത്. അപ്പോൾ 4 kg നമുക്ക് 1 kg കിട്ടും. 1/4 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി 25% ഈൽഡിന്റെ. Then which product is obtained by heat acid coagulation? Paneer. What is the shelf life of paneer vacuum packed in laminate pouches at 6 degrees Celsius? 30 days. Correct. 30 days ആണ്. 30 days ആണ്. വാക്വം പാക്ഡ് അറ്റ് 6 degrees Celsius ആണ്. വാക്വം പാക്ഡ് മാത്രമല്ല, നമ്മൾ 6 degrees Celsius സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിന് ഓൾമോസ്റ്റ് 30 days ഷെൽഫ് ലൈഫ് ആണ് ഉള്ളത്. വാട്ട് ഈസ് ദ ഷുഗർ സിറപ്പ് കോൺസെൻട്രേഷൻ ഫോർ രസഗോള ആസ് പെർ BIS സ്റ്റാൻഡേർഡ്സ്? 55 degree Brix ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 55 degree Brix ആണ് രസഗോളയുടെ ഷുഗർ സിറപ്പിന്റെ കോൺസെൻട്രേഷൻ. Which microorganisms are used as starter culture for yogurt preparation? A. Option A, Streptococcus thermophilus and Lactobacillus bulgaricus. STLB culture is used for yogurt preparation. What is the ratio of starter cultures used in yogurt preparation? 1:1 ആണ്. പിന്നെ what is the relationship between the microorganism involved in yogurt preparation? Symbiotic relationship ആണ്. What is the shelf life of Shrikhand at 8 degrees Celsius? 30 to 40 days ആണ് അതിന്റെ ഷെൽഫ് ലൈഫ് വരുന്നത്. അറ്റ് 8 degree Celsius നമ്മൾ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫെർമെന്റഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ യൂഷ്വൽ പ്രൊഡക്ട്സിനെക്കാളും കുറച്ചും കൂടി ഷെൽഫ് ലൈഫ് അതിന് കൂടുതലുണ്ടാവും. ആൻഡ് ദാറ്റ് ടു ഇൻ റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചർ. പിന്നെ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷുഗർ ഓൾസോ എൻഹാൻസസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ശ്രീഖണ്ഡ്. Then which product is the base material for Shrikhand preparation? Chakka. Which compound? അത് ബേസ് മെറ്റീരിയൽ ആണോ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണോ? ബേസ് മെറ്റീരിയൽ ഇപ്പൊ ശ്രീഖണ്ഡ് പ്രിപ്പറേഷന് നമ്മൾ അങ്ങനെ കറക്റ്റ് ചക്ക ഇപ്പൊ ദഹി എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ദഹി സെലക്ട് ചെയ്യാം. പക്ഷെ ചക്കയാണ് കുറച്ചും കൂടി ശ്രീഖണ്ഡിന്റെ ബേസ്. ചോദിച്ചത് ശരിയാണ്. ഇന്റർമീഡിയറ്റ് ബേസ് മെറ്റീരിയൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ബേസ് മെറ്റീരിയൽ ദഹി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദഹി ടു ചക്ക, ചക്ക ടു ശ്രീഖണ്ഡ് ആണ്. പക്ഷെ ആസ് പെർ ഇപ്പോ നമ്മൾ ബുക്കിലൊക്കെ കാണുന്നത് ചക്ക എന്നാണ് ബേസ് മെറ്റീരിയൽ ഫോർ ശ്രീഖണ്ഡ് പ്രിപ്പറേഷൻ. മേ ബി അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ. അത് ശരിയാണ്. ബേസ് മെറ്റീരിയൽ വേണമെങ്കിൽ ദഹി എന്ന് നമുക്ക് പറയാം. അത് എനിക്ക് ഇപ്പൊ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണ് ചക്ക. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു അല്ല പറഞ്ഞത് ശരിയാണ്. നമുക്കിപ്പോ അത്ര ഡീറ്റെയിൽസിൽ ഇപ്പൊ ബേസ് മെറ്റീരിയൽ തന്നെ ചോദിച്ച് ദഹീന്ന് എഴുതിയാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയാ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസ് മെറ്റീരിയൽ. പ്രീവിയസ് ഇയറിൽ ഇതിന്റെ ആൻസർ ചക്ക തന്നെയായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എഫ്എസോടെ. ചക്ക എന്നായിരുന്നു PSC എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് മാഡം പറഞ്ഞത് ബേസ് മെറ്റീരിയൽ ദഹിയാണ്. അതിന്റെ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണ് ചക്ക വരുന്നതെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ പോകണം. അങ്ങനെ നമുക്ക് കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ. പക്ഷെ ആസ് പെർ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ചക്കയാണ് കറക്റ്റ്. ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മിനിമം ഫാറ്റ് പെർസെന്റേജ് ഓഫ് ടേബിൾ ക്രീം ചോദിക്കുന്നത്. അതും അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആരോ ചോദിച്ചു 20 to 25% ആണ് നമ്മൾ പറയുന്നത്. ബുക്സിലെല്ലാം 20 to 25% ആണ്.
പക്ഷെ FSSAയില് മിനിമം ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ ക്രീം എന്ന് പറയുന്നത് 10 ആയതുകൊണ്ടാണ് അന്ന് ആ ഓപ്ഷന് 10 എന്നുള്ള ആൻസർ വന്നത്. അപ്പം 20 to 25% ഇപ്പൊ ടേബിൾ ക്രീമിന്റെ ഫാറ്റിന് അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ ആസ് പെർ FSSA ആണ് ചോദിക്കുന്നതെങ്കിൽ 10 എഴുതണം. കാരണം 10 ആണ് മിനിമം ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ ക്രീം FSSA പറയുന്നത്. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് കോൺട്രഡിക്ഷൻ വരാം. ബേസിക്കലി നമ്മൾ ഇതിലിപ്പോ ചക്കയാണ് ആൻസർ ബുക്സിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ചക്ക ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇപ്പൊ സപ്പോസ് നമ്മൾ ദേഹി മാർക്ക് ചെയ്ത് നമുക്ക് കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. Okay, ma'am. Okay. Which compound contributes to the flavor of yogurt? Acetaldehyde. Acetaldehyde ആണ്. ഡയസെറ്റൈൽ എന്തിന്റെ ഫ്ലേവർ കോമ്പൗണ്ട് ആയിരുന്നു? Butter. ബട്ടർ ആണ് ഡയസെറ്റൈൽ. അസറ്റാൽഡിഹൈഡ് യോഗർട്ട്. Which acidulants are permitted in paneer production? Lactic acid. D. Tartaric acid, acetic acid, citric acid. ഓപ്ഷൻ ഡി ആണ്. നമ്മൾ അസറ്റിക് ആസിഡ്, ലാക്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂക്കണോ ഡെൽറ്റ ലാക്ടൻ ആണ് നമ്മൾ പറയുന്നത്. സിട്രിക് ആസിഡ് കറക്റ്റ് ആണ്, പക്ഷെ സിട്രിക് ആസിഡ് വരുന്ന ടാർട്ടാറിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല, മാലിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഗ്ലൂക്കണോ ഡെൽറ്റോ ലാക്ടൻ എന്ന് പറയുന്നത് കറന്റ്ലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പനീർ പ്രൊഡക്ഷനിൽ. ഇറ്റ് ഈസ് ഓൾസോ കൊയാഗുലേറ്റിംഗ് ഏജന്റ് ആണ്. അതിൽ വരുന്നത് അസറ്റിക് ആസിഡ്, ലാക്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂക്കണോ ഡെൽറ്റോ ലാക്ടൻ. ഈ ടാർട്ടാറിക് ആസിഡ്, മാലിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് A-B ഓപ്ഷൻസ് ഔട്ട് ആയത്. ബിക്കോസ് അത് നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല. ഗ്ലൂക്കണോ ഡെൽറ്റോ ലാക്ടൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Then what is the preferred shelf life of misty dahi at 4 degrees Celsius? 15 days. 12 days ആണ് മിസ്റ്റി ഡേയുടെ ഷെൽഫ് ലൈഫ് അറ്റ് 4 degrees Celsius വരുന്നത്. What is the yield of chakka from 1 kg milk? 750 ആണ്. 650 gram ആണ്. 650 gram ആണ് ചക്കയുടെ പെർസെൻറ്റേജ് വരുന്നത്. 750 അല്ല, 650. What is the shelf life of kulfi stored as -18 degrees Celsius? 90 days. 90 days ആണ്. കുൾഫി -18 degree Celsiusൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് അതിന് ഷെൽഫ് ലൈഫ് കൂടുതലാണ്. 90 days വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്. Which variety of guava contains hard grains embedded in viscous serum? ധനേദാർ വെറൈറ്റി ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ലോവർ pH values in fresh milk could indicate all except. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. all expect. ഓപ്ഷൻ ബി ആണ് മാസ്റ്റൈറ്റിസ്. ഹയർ ന്യൂട്രീഷണൽ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യാം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഹയർ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് നമ്മൾ പറയുന്ന ടോട്ടൽ സോളിഡ് കൂടുതലാകുമ്പോഴാണ് യൂഷ്വലി അസിഡിറ്റി കൂടുന്നതും pH വാല്യൂ കുറയുന്നതും. അപ്പം SNF കൂടുതലുള്ള മിൽക്കിലാണെങ്കിൽ യൂഷ്വലി ലോവർ pH വാല്യൂസ് കാണിക്കാം. അതുകൊണ്ട് ഹയർ ന്യൂട്രീഷണൽ വാല്യൂ നമുക്കൊരു ഇൻഡിക്കേഷൻ ആയിട്ട് പറയാവുന്നതാണ്. ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് മാസ്റ്റൈറ്റിസ് ആണ്. കാരണം മാസ്റ്റൈറ്റിസ് വരുമ്പോൾ എപ്പോഴും ആൽക്കലൈൻ pH അല്ലെങ്കിൽ ഹയർ pHയിലേക്കാണ് പോവുക. ലോവർ pH വാല്യൂസ് ഒരിക്കലും മാസ്റ്റൈറ്റിസിന്റെ ഇൻഡിക്കേഷൻ അല്ല. ഈവൻ ലോവർ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാം. ലോവർ pH എന്ന് പറയുമ്പോൾ അസിഡിറ്റി വന്നു, അല്ലെങ്കിൽ മിൽക്ക് കൊയാഗുലേറ്റ് ആവുന്നു, സോർ മിൽക്ക് ആണ്, അതെല്ലാം ലോവർ ക്വാളിറ്റിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. പൊട്ടൻഷ്യൽ സ്പോയിലേജ് അതും പറയാൻ പറ്റും. മാസ്റ്റൈറ്റിസ് ആണ് ലോവർ pH വാല്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ ഒട്ടും ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് മാസ്റ്റൈറ്റിസ് ആണ്. അപ്പൊ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് mastitis ആണ്. Find the correct statement from the below. The specific gravity of milk is a direct measure of its fat content. The primary phase of milk fat in which other constituents are dissolved or suspended. Lactose and minerals are found as colloidal suspension. Proteins are found as colloidal suspension in milk. ഇതിലെ correct statements ആണ് നമുക്ക് find out ചെയ്യേണ്ടത്. ആരെങ്കിലും ഒന്ന് പറയാവോ? Only 4. Only 4 ആണ് കറക്റ്റ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ഡയറക്റ്റ് മെഷർ ഓഫ് ഫാറ്റ് കണ്ടന്റ് അല്ല. ഇറ്റ് ബേസിക്കലി നമ്മൾ ടോട്ടൽ സോളിഡ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ച് കണ്ടുപിടിക്കുന്നത്. പിന്നെ പ്രൈമറി ഫേസ് ഓഫ് മിൽക്ക് ഈസ് ഫാറ്റ് അല്ല, വാട്ടർ ആണ്. വാട്ടറിലാണ് ബാക്കി കോമ്പൗണ്ട്സ് ഡിസ്പോസ് ആയിട്ടുള്ളത്. ലാക്ടോസ് ആൻഡ് മിനറൽസ് ഇസ് ഫൗണ്ട് as ട്രൂ സൊല്യൂഷൻ ആണ്, കൊളോയിഡൽ സസ്പെൻഷൻ അല്ല. അപ്പൊ അതിൽ ആകെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്.
Then which device is used to determine the density or specific gravity of milk by measuring the weight of non-volume of milk? Lactometer. B. A pycnometer ആണ് ആൻസർ. മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് നോൺ വോളിയം ഓഫ് മിൽക്ക്. ഇതാ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് പൈക്നോമീറ്ററിലാണ്. പൈക്നോമീറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒരു 10 ml അല്ലെങ്കിൽ 15 ml മിൽക്ക് പോർ ചെയ്തിട്ട് ആ മിൽക്കിന്റെ വെയിറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോൺ വോളിയം ആണ്. എന്നിട്ട് അതിന്റെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വോളിയം അറിയില്ല. നമ്മൾ ആ ഒരു ട്യൂബിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് അതിൽ വരുന്നത് എന്താ, എത്ര വെയിറ്റ് ഓഫ് മിൽക്ക് ഡിസ്പ്ലേസ് ചെയ്തു അതാണ്. അത് ബേസിക്കലി ആർക്കിമിഡീസ് പ്രിൻസിപ്പൾ ഒക്കെ വെച്ച് പറയുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മെഷറിംഗ് ദ വെയിറ്റ് മെഷർ ചെയ്യുന്നത് പൈക്നോമീറ്ററിലാണ്. അത് ശ്രദ്ധിക്കണം. വാട്ട് എഫക്ട് ഡസ് സോറിംഗ് ഹാവ് ഓൺ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക്? ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. സോറിംഗ് വരുമ്പോ എന്താണ് ഫ്രീസിംഗ് പോയിന്റിൽ ഡിഫറൻസ് വരാന്. Increase, decrease, no effect or makes it variable. Decrease. Sorry. Then find out the incorrect statement from the following. Boiling and sterilization does not affect the freezing point of milk. Souring of milk increases its freezing point. Watered milk that is subsequently stored may still pass the freezing point test. Incorrect statement ഏതൊക്കെയാ? 2 and 3. Option 2 and 3. Option 1 and 2. A ആണ്. Option A ആണ് ആൻസർ. ബോയിലിംഗ് ആൻഡ് സ്റ്റെറിലൈസേഷൻ എഫക്ട് ഉണ്ട് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്കിൽ. ബോയിലിംഗ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ മിൽക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആവും. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് കുറച്ചും കൂടി ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് സോറിംഗ് ഓഫ് മിൽക്കിനും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു. ഇറ്റ് ഡിക്രീസസ് ദ ഫ്രീസിംഗ് പോയിന്റ് ആണ്. Then watered milk which is subsequently stored എന്ന് പറയുമ്പോൾ മിൽക്ക് വാട്ടർ വെച്ച് അഡൾട്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് പിന്നെ 0യോട് അടുത്ത് വരും. സോർ ചെയ്യുമ്പോൾ കുറയും. അപ്പൊ അത് രണ്ടും കൂടി ഉള്ളതുകൊണ്ട് അത് മേ ബി ഫ്രീസിംഗ് പോയിന്റ് ടെസ്റ്റ് പാസ് ചെയ്യാം. അപ്പോ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 1 and 2 ആണ്. Next question. Given that the average fat globule size before homogenization is 5 micrometer and after homogenization is 0.5 micrometer, calculate the homogenization efficiency. Homogenization efficiency the formula അറിയാവോ? ഹലോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് ന്യൂമറിക്കൽസ് ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തത്. ഹോമോജനൈസേഷൻ എഫിഷ്യൻസിയുടെ ഫോർമുല ഇതാണ്. നോട്ട് ചെയ്തോളൂ. അറിയില്ലെങ്കിൽ ഹോമോജനൈസേഷൻ എഫിഷ്യൻസി ഈക്വൽ ടു 1 - DH/DU × 100. DH എന്ന് പറയുന്നത് ആവറേജ് ഡയാമീറ്റർ ഓഫ് ഫാറ്റ് ഗ്ലോബിൾസ് ആഫ്റ്റർ ഹോമോജനൈസേഷൻ ആൻഡ് DU is the average diameter of fat globules before homogenization. നോട്ട് ചെയ്തോ? എന്നാ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാവോ? ആൻസർ കിട്ടുന്നുണ്ടോന്ന് അറിയാൻ. അപ്പൊ ഫാറ്റ് ഗ്ലോബുൾ സൈസ് ബിഫോർ ഹോമോജനൈസേഷൻ 5 മൈക്രോമീറ്റർ ആണ്. ആഫ്റ്റർ ഹോമോജനൈസേഷൻ 0.5 മൈക്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഹോമോജനൈസേഷൻ എഫിഷ്യൻസി is equal to 90. കറക്റ്റ് 90% ആണ്. ഇതാണ് ഓവർറൺ അല്ലാതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നത്. ബാക്കി വരുന്ന ഇക്വേഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജസ്റ്റ് ഹോമോജനൈസേഷൻ എഫിഷ്യൻസി ഒരു ഈസി ഫോർമുലയാണ്. ഓവർറൺ പോലെ തന്നെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ഹോമോജനൈസേഷൻ എഫിഷ്യൻസിയിൽ വരുന്ന ഫോർമുല ഓർത്ത് വെക്കുക. സപ്പോസ് ചോദിച്ചാൽ കേൾക്കാം. Next question, overrun of ice cream ആണ്. A batch of ice cream mix has a volume of 10 liters. After freezing, the ice cream's volume increases to 15 liters. Calculate the overrun. Overrunന്റെ ഫോർമുല overrun calculations ഇങ്ങനെയാണ്. Overrun എന്ന് പറഞ്ഞാൽ എന്താ? It is the percentage increase in the volume of ice cream greater than the amount of mix used to produce that ice cream. Ice cream നോർമൽ ഒരു മിക്സിലേക്ക് നമ്മൾ എത്രത്തോളം എയർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. യൂഷ്വലി നമ്മൾ എയർ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐസ്ക്രീം മിക്സിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായി
ഇപ്പൊ കയ്യിലിരിക്കുന്ന മിക്സിന്റെ വോളിയത്തിൽ എത്രത്തോളം ഇൻക്രീസ് ഓഫ് വോളിയം ഉണ്ടായി എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ് നമ്മൾ പെർസെന്റേജ് ഓവർറൺ എന്ന് പറയുന്നത്. അത് നമുക്ക് വോളിയം ഓഫ് ഐസ്ക്രീം വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാം, വെയിറ്റ് ഓഫ് ഐസ്ക്രീം വെച്ചും വെയിറ്റ് ഓഫ് മിക്സ് വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം ഓഫ് ഐസ്ക്രീമിന്റെ കാൽക്കുലേഷൻ വരുന്നത് വോളിയം ഓഫ് ഐസ്ക്രീം മൈനസ് വോളിയം ഓഫ് മിക്സ് യൂസ്ഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് മിക്സ് യൂസ്ഡ് ഇൻടു 100. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ആണ്, വെയിറ്റിന്റെ ബേസിസിലാണ് ഓവർറൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ഓഫ് മിക്സ് മൈനസ് വെയിറ്റ് ഓഫ് സെയിം വോളിയം ഓഫ് ഐസ്ക്രീം. അതേ ഒരു ഇപ്പൊ 100 ml എടുക്കുകയാണെങ്കിൽ 100 ml മിക്സിന്റെ വെയിറ്റ് എത്ര, 100 ml ഐസ്ക്രീമിന്റെ വെയിറ്റ് എത്ര, അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ഓഫ് മിക്സ് മൈനസ് വെയിറ്റ് ഓഫ് സെയിം വോളിയം ഓഫ് ഐസ്ക്രീം ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സെയിം വോളിയം ഓഫ് ഐസ്ക്രീം ഇൻടു 100. ഇതാണ് ഓവർറൺ കാൽക്കുലേഷൻസിന്റെ ഫോർമുല. നോട്ട് ചെയ്തോ? ഓക്കെ ആണോ? ഹലോ, ഈ രണ്ടാമത്തെ ഫോർമുല മനസ്സിലായില്ല മിസ്സേ. രണ്ടാമത്തെ ഫോർമുല അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഫോർമുലയിൽ നമ്മൾ വോളിയം വെച്ചല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെ. സെക്കൻഡ് ഫോർമുല എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു 100 ml ഓഫ് മിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 100 ml ഓഫ് മിക്സ് അത് വോളിയം ആണ്. ആ 100 ml ഓഫ് മിക്സിന്റെ വെയിറ്റ് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതേ 100 ml ഓഫ് ആ മിക്സിൽ നിന്ന് ഉണ്ടാക്കിയ ഐസ്ക്രീമും 100 ml ഐസ്ക്രീമിന്റെ വെയിറ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഫോർമുലയിൽ എടുക്കുന്നു. കാരണം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇത് എന്താന്ന് വെച്ചാല് വെയിറ്റ് ഓഫ് സെയിം വോളിയം ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം അതിൽ നമ്മൾ ഓൾറെഡി എയർ ഇൻകോപ്പറേറ്റ് ചെയ്തു. 100 ml മിക്സിലേക്ക് നമ്മൾ എയർ ഇൻകോപ്പറേറ്റ് ചെയ്തു. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയർ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തു. അപ്പോ ആ 100 ml വെയിറ്റ് കുറയും. 100 ml വെയിറ്റ് കുറയും ഇൻ ദ സെൻസ് 100 ml ടോട്ടലി അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. കാരണം അതിൽ നമ്മൾ എയർ ഇൻകോപ്പറേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോ ആ 100 ml 200 ml ആയിട്ട് മാറും നമ്മൾ എയർ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ നമ്മുടെ കയ്യില് 100 ml ഓഫ് ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉള്ള മിക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതിലേക്ക് എയർ ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ 200 ml ഓഫ് ഐസ്ക്രീം ഉണ്ട്. വോളിയത്തിന്റെ ബേസിൽ അത് 200 ml ആയി. അപ്പൊ നമുക്ക് ഓവർറൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വോളിയം ഓഫ് ഐസ്ക്രീം എത്രയാ? 200 മൈനസ് വോളിയം ഓഫ് മിക്സ് എത്രയായിരുന്നു? 100 ഡിവൈഡഡ് ബൈ വോളിയം 100 ഇൻറ്റു ചെയ്യാം. അത് വെയിറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് മിക്സ് നമുക്കിപ്പോ സപ്പോസ് നമ്മുടെ കയ്യിലുള്ളത് 100 ml ഒരു 5 അല്ലെങ്കിൽ ഒരു 2 kg വെയിറ്റ് ആണെന്ന് വിചാരിക്കുക. 100 ml ഓഫ് ഐസ്ക്രീം നമ്മുടെ കയ്യിലുള്ളത് 2 kg വെയിറ്റ് ആണെങ്കിൽ അത് നമ്മള് എയർ ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോ നമ്മുടെ കയ്യിൽ 200 ml ആയി. ആ 200 ml നമ്മൾ 100 ml ഓഫ് ഐസ്ക്രീം എടുത്തിട്ട് അതിന്റെ വെയിറ്റ് നോക്കണം. അത് മേ ബി 1 kg ആയിരിക്കാം. മനസ്സിലായോ? മൈനസ് 1/1 ഇൻറ്റു 100 ആയിരിക്കും വരാം. അതാണ് വെയിറ്റ്. വെയിറ്റ് ആണ് നമുക്ക് തരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. വോളിയം ആണ് തരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വോളിയം ആണ്. വോളിയം നമുക്ക് ഇനീഷ്യൽ വോളിയം തന്നിട്ടുണ്ട് 10 ലിറ്റർ, ഫൈനൽ വോളിയം തന്നിട്ടുണ്ട് 15. ഓവർറൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 50%. കറക്റ്റ് 50% ആണ് ഓവർറൺ വരുന്നത്. ഓവർറണ്ണിന്റെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. അപ്പൊ ഓവർറണ്ണിന്റെ ഫോർമുല നോട്ട് ചെയ്യുക. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വോളിയം വെച്ചിട്ടാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മേ ബി ദർ ആർ ചാൻസസ് ദേ ക്യാൻ ആസ്ക് ബൈ വെയിറ്റ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹോമോജനൈസേഷൻ എഫിഷ്യൻസിയുടെ. ഇനി നമുക്ക് PYQs ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ഞാൻ കുറച്ച് PYQs കഴിഞ്ഞ 2 പ്രാവശ്യം നടത്തിയ എക്സാംസിന്റെ ആണ് റിലേറ്റഡ് ടു ഡയറി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അസെപ്റ്റിക് പാക്കേജിംഗ് റെഫേഴ്സ് ടു Packaging sterile food in sterile atmosphere in packaging sterile food in sterile atmosphere in sterile packaging. അതാണ് aseptic packaging. The latest indicator organism for proper pasteurization. നേരത്തെ പറഞ്ഞു നമുക്ക് മൈക്കോബാക്ടീരിയം, ട്യൂബർക്കുലോസിസ് എന്താണെങ്കിലും ഓപ്ഷനിൽ തരും. അതല്ല, കോക്സിയല്ല ബർണറ്റി ആണ് ലേറ്റസ്റ്റ് ഇൻഡിക്കേറ്റർ. റസഗോള ഈസ് പ്രിപ്പയർഡ് യൂസിങ് ചന്ന.
Aseptic packaging is used after which among the following processing method? Pasteurization, UHT pasteurization, UHT. UHT pasteurization ആണ്. UHT കഴിഞ്ഞ് നമ്മൾ aseptic packaging ആണ് follow ചെയ്യുന്നത്. The water percentage of cow milk is approximately 87%. Which among the following practice reduces the occurrence of mastitis? Teeth dipping. Teeth dipping ആണ്. Which among the following is used to test fat in milk? Milko tester. Lactometer അല്ല. Milko tester. Lactometer അല്ല. Lactometer is specific gravity. Lactometer reading indicates total solid. അതൊക്കെ SNF അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് ലാക്ടോമീറ്റർ. ഫാറ്റ് ടെസ്റ്റ് വേറെ ടെസ്റ്റ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ബ്യൂട്രോമീറ്റർ റീഡിംഗ് ആണ്. മിൽക്കോ സ്കാൻ, മിൽക്കോ ടെസ്റ്റർ അതെല്ലാമാണ് ഫാറ്റ് ഡിജിറ്റലി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്. ദ ബാക്ടീരിയൽ കൾച്ചർ യൂസ് ടു പ്രിപ്പയർഡ് യോഗർട്ട് കണ്ടെയ്ൻസ് സ്ട്രെപ്റ്റോകോക്കസ്, തെർമോഫില്ലസ് ആൻഡ് vulgaris. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. രണ്ടെണ്ണത്തിന്റെ പേരും ചോദിക്കും. Which among the following is used to sterilize milk cans in dairies? D. All of them. All the above ആണ് ആൻസർ. സ്റ്റീം യൂസ് ചെയ്യുന്നുണ്ട്, ഐഡോഫർ സൊല്യൂഷൻ ആൻഡ് ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി നമ്മൾ യൂഷ്വലി ഐഡോഫോറിലൊക്കെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ സ്റ്റീം ആൻഡ് ഓട്ടോക്ലേവിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ബേസ് മെറ്റീരിയൽ ഫോർ പ്രിപ്പയറിംഗ് ശ്രീകണ്ഠ് ഓപ്ഷൻ. കേർഡ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കോൺട്രഡിക്ഷന് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ആസ് പെർ ആൻസർ കീ പ്രകാരം ചക്കയാണ്. ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി ഈസ് റിട്ടൺ ബൈ സുകുമാരുടെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് അറിഞ്ഞില്ല. Then പുതിയ ലേറ്റസ്റ്റ് 2020 നടന്നതിന്റെയാണ്. The process in which a specifically designed hermetic centrifuge is used to separate bacteria and especially the spores formed by specific bacteria strains from milk is known as Bacterifugation. വലിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മത്സരത്തിൽ ചോദിച്ചതേ ഉള്ളൂ. ബേസിക്കലി റിമൂവിംഗ് ബാക്ടീരിയ യൂസിങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂജും തന്നിട്ടുണ്ട്, ബാക്ടീരിയ റിമൂവലും ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ A. Option A. എ ആണ്. ബിഫിഡോബാക്ടീരിയം ഈസ് ഓൾസോ ബിഫിഡോബാക്ടീരിയം ബിഫിഡോം നമ്മൾ ബാക്ടീരിയൽ കൾച്ചറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആസ് പെർ PSCയുടെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ ആണ്. മേ ബി അതിന്റെ റീസൺ കോമൺ ചെയ്യുന്നതാണ്. സൗണ്ട് കട്ടാവുന്നുണ്ട് മാഡം ഇടക്ക്. എ ആണ് അതിന്റെ. Which method is most energy efficient for making ghee? Energy efficient. നമ്മൾ ഗീയുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പ്രീ സ്റ്റാറ്റിഫിക്കേഷൻ മെത്തേഡിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് 3 ലെയേഴ്സ് ഫോം ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് പിന്നെയാണ് അത് ഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നുണ്ട് 3 ലെയേഴ്സ് ആക്കി കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ക്ലാരിഫിക്കേഷൻ ടൈം ലെസ്സർ മതി. അതുകൊണ്ടാണ് നമ്മൾ മോർ എനർജി എഫിഷ്യന്റ് പ്രീ സ്റ്റാറ്റിഫിക്കേഷൻ മെത്തേഡാണ് പറയുന്നത്. വാട്ട് വിൽ ബി ദ ഓവർറൺ if 400 ലിറ്റർ ഓഫ് മിക്സ് പ്രൊഡ്യൂസേഴ്സ് 740 ലിറ്റർ ഓഫ് ഐസ്ക്രീം? നമ്മുടെ ഓവർറണിന്റെ ക്വസ്റ്റ്യൻ ആണ്. 85% ആണ്. അപ്പം അതാണ് പറഞ്ഞ ഓവർറൺ ഓൾറെഡി മിക്സിൽ നമ്മൾ വോളിയം തന്ന അങ്ങനെ ചെയ്യാം, വെയിറ്റ് തന്ന അതുപോലെ ചെയ്യാം. വാട്ട് ഈസ് ദ മേജർ ഡിഫക്ട് ദാറ്റ് ഒക്കേഴ്സ് ഇൻ UHT മിൽക്ക് ഡ്യൂറിംഗ് സ്റ്റോറേജ്? ഇതിലിപ്പോ ഡാർക്കണിങ് ഓഫ് കളർ കറക്റ്റ് ആണ്, അതൊരു ഡിഫക്റ്റ് ആയിട്ട് വരാം. പക്ഷെ മേജർ ഡിഫക്റ്റ് എന്ന് എടുത്ത് ചോദിച്ചതുകൊണ്ടാണ് ഏജലേഷൻ. ഈവൻ കുക്ക്ഡ് ഫ്ലേവർ ഈസ് ഓൾസോ എ ഡിഫക്ട് ഓഫ് UHT മിൽക്ക്. പക്ഷെ ഡ്യൂറിങ് സ്റ്റോറേജ് മേജർ ഡിഫക്റ്റ് അങ്ങനത്തെ കീവേഡ്സ് ഒക്കെ വന്നതുകൊണ്ടാണ് അതിൽ ഏജലേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഡ്യൂറിംഗ് ചെഡാർ ചീസ് മാനുഫാക്ചർ റെന്നറ്റ് സ്പ്ലിറ്റ് ദ കാപ്പാക്കാസിൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് Phenylalanine മെത്തിയോണിൻ. അത് വേണമെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം വേറൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വാട്ട് ഇസ് ദ ബോണ്ട് നമ്പർ? 104, 105, 106 ബോണ്ട് ആണ്. അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇത് 105, 106 ബോണ്ടിലുള്ള അമിനോ ആസിഡ്സ് ഏതാണ്? ഫീനലാനിൻ, മെത്തിയോണിൻ, അങ്ങനെയും ചോദിക്കാം. ഇതിലാണെന്ന് ചോദിച്ചോളൂ. കെസീനിലെ കാപ്പ കെസീൻ ഇവിടെ പറയുന്നുണ്ട് അല്ലേ?
കപ്പകസീൻ അങ്ങനെ മേ ബി ഏത് കസീൻ ആണെന്ന് ചോദിക്കാം. അങ്ങനെ ഇപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്തതിൽ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പം ഡിപ്പെൻസ് ആണ്. ഇതിൽ ഇപ്പോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റീവ് ആയിട്ട് ഓപ്ഷൻ ആൻസർ ക്വസ്റ്റ്യൻ ആവുന്ന രീതിയിൽ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. UHT പ്രോസസ്ഡ് മിൽക്ക് ഈസ് അസെപ്റ്റിക്കലി പാക്ഡ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, 5 അല്ല. UHT പ്രോസസ്ഡ് മിൽക്ക് UHT എന്ന് പറയുന്നത് തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആംബിയൻ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പിന്നെ നമ്മൾ ചിൽഡ് ആക്കുന്നില്ല. 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഡൗൺ ചെയ്തിട്ട് 20 to 25 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂഷ്വലി നമ്മളത് പാക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ. Then one other question is iodine number of fatty acids denotes its Degree of unsaturation. അപ്പം ഓൾറെഡി നമ്മൾ ഫാറ്റ് കോൺസ്റ്റൻസ് ഗീ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അയഡിൻ നമ്പർ ആണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. മോളിക്കുലാർ വെയിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാറ്റ് കോൺസ്റ്റന്റ് ഏതായിരുന്നു? സപ്പോണിഫിക്കേഷൻ വാല്യൂ. സപ്പോണിഫിക്കേഷൻ വാല്യൂ ആണ് മോളിക്കുലാർ വെയിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മോളിക്കുലാർ വെയിറ്റും ചെയിൻ ലെങ്ത്തും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് നമുക്ക് പറയാം. ചെയിൻ ലെങ്ത് എത്ര പിന്നെ സോലുബിലിറ്റി ഇൻ വാട്ടർ ആയിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ റാൻസിഡിറ്റി പറയുന്നതാണ് പെറോക്സൈഡ് വാല്യൂ, ഫാറ്റില് പെറോക്സൈഡ് വാല്യൂ. പിന്നെ നമ്മൾ പറയുന്ന അതർ ഫാറ്റ് കോൺസ്റ്റൻസ് പൊളൻസ്കി വാല്യൂ, ബ്യൂട്രോ റിഫ്രാക്ടോമീറ്റർ റീഡിങ് വരുന്നുണ്ട്, RM വാല്യൂ വരുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫാറ്റ് കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്, ഫാറ്റ് കോൺസ്റ്റൻസിന്റെ വാല്യൂസ് എത്രയാണ്, ആൻഡ് ഈച്ച് വൺ ഇൻഡിക്കേറ്റ് എന്താ ഇപ്പൊ അയഡിൻ നമ്പർ, സാച്ചുറേഷൻ, സപ്പോണിഫിക്കേഷൻ വാല്യൂ, മോളിക്കുലാർ വെയിറ്റ്. അപ്പൊ അത് എന്തൊക്കെ ഇൻഡിക്കേറ്റ് മേ ബി നെക്സ്റ്റ് ടൈം ഈ കൊല്ലം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം സപ്പോണിഫിക്കേഷൻ വാല്യൂ ഓഫ് ഫാറ്റി ആസിഡ് ഡിനോട്ട്സ് ഇറ്റ്സ് മോളിക്കുലാർ വെയിറ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ QA ഡിസ്കഷൻ. നാളെ നമുക്ക് ഒരു QA ഡിസ്കഷൻ കൂടി നടത്താം, കുറച്ചും കൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാം കുറച്ച് സ്പോയിലേജ് മൈക്രോ ഓർഗാനിസം കൂടി ഇൻക്ലൂഡ് ചെയ്യോ? പ്രൊഡക്ട്സിന്റെയും മിൽക്കിന്റെ ഒക്കെ സ്പോയിലേജ്. ഓക്കെ, മൈക്രോബയോളജിയിലെ യെസ് മാം. മൈക്രോ ഓർഗാനിസംസിന്റെ നെയിം അല്ലേ? സ്പോയിലേജ് മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, ചീസ്, മിൽക്ക്, അതൊക്കെ. ശരി. പിന്നെ പിന്നെ ഡിഫെക്ട്സ് ഇല്ലേ, ഡിഫെക്ട്സ്. ഓക്കെ. താങ്ക് യു. താങ്ക് യു.